Good morning. Good morning, ma'am. Good morning, ma'am. Good morning, miss. Good morning, miss. Okay, നമ്മുടെ ഹോസ്പിറ്റൽ അമ്മയുടെ ഇൻഫെക്ഷൻ അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തോണ്ടിരുന്നേ? അതില് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി പറഞ്ഞില്ലായിരുന്നോ? കംപ്ലീറ്റ് ആയില്ലേ അത്? ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി കഴിഞ്ഞു അല്ലേ? ഓക്കെ, ക്ലിയർ അല്ലേ? ഇതിലെ മെമ്പേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് ചോദിക്കാറുണ്ട് കേട്ടോ. ഇപ്പൊ ചെയർപേഴ്സൺ ആരാണ്? മെമ്പർ സെക്രട്ടറി എന്ന് പറയുന്നത് ഒരു സീനിയർ മൈക്രോബയോളജിസ്റ്റ് ആണ്. അതിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരുടെ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട റെപ്രസെന്റേറ്റീവ്സ് ആയിരിക്കും. റെലവെന്റ് ആയിട്ടുള്ള മെഡിക്കൽ ഫാക്കൽറ്റീസ് ഉണ്ടാവും, സപ്പോർട്ടീവ് സർവീസുകൾ ഉണ്ടാവും, ഇൻഫെക്ഷൻ കൺട്രോൾ നേഴ്സ് വേണ്ടി ഇൻചാർജ് ഉള്ള ഒരു നേഴ്സ് ഉണ്ടാവും, ഒരു ഓഫീസറും ഉണ്ടായിരിക്കും. ഇത്രയും പേര് ആ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിലും ഉണ്ടായിരിക്കും. ഇനി അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഈ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി അല്ലെങ്കിൽ ആ ഒരു ടീമിന്റെ റോള് ആ ഒരു ഇൻഫെക്ഷനെ പ്രിവെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു ഹോസ്പിറ്റലില് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നതിനെ കൺട്രോൾ ചെയ്യാൻ അല്ലെങ്കിൽ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഈ ഒരു ടീമിനെ നമ്മൾ അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ആ ഒരു ടീമിന്റെ റോള് എന്താണ്, അവരുടെ പങ്ക്, ആ ഹോസ്പിറ്റലിലെ അവരുടെ പങ്ക് എന്താണ്, അതാണ് അടുത്തതായിട്ട് നോക്കുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് റോൾ ഓഫ് ദ ഇൻഫെക്ഷൻ കൺട്രോൾ ടീം. ആ ഇൻഫെക്ഷനെ നിയന്ത്രിക്കുന്ന ഒരു ടീമിന്റെ റോള് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ആണ് the infection control program is liable for. ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാമുകള് വ്യക്തമായിട്ട് നല്ല രീതിയിലുള്ള ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയുള്ള പ്രോഗ്രാംസ് ഇവർ ആ ഹോസ്പിറ്റലിൽ നടപ്പിലാക്കും. മീൻസ് ലയബിൾ ഫോർ എന്തിനൊക്കെ ബാധ്യതയുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇവർ ചെയ്യേണ്ടത്? അതിൽ ഒന്നാമത് ടു ഓവർസീ കോർഡിനേറ്റ് ഓൾ ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസ് ടു എൻഷുവർ ആൻ എഫക്റ്റീവ് പ്രോഗ്രാം. ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഈ ഒരു പോയിന്റ്സ് നിങ്ങൾക്ക് ജസ്റ്റ് വായിക്കുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് കിട്ടണമെന്നില്ല. അതുകൊണ്ടാണ് ഒന്നാമത്തെ സെന്റൻസ് അല്ലെങ്കിൽ ഒന്നാമത്തെ റോൾ എന്ന് പറയുന്നത് എന്താണ്? ടു ഓവർസീ കോർഡിനേറ്റ് ഓൾ ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസ് ടു എൻഷുവർ ആൻ എഫക്റ്റീവ് പ്രോഗ്രാം. ഒരു ഫലപ്രദമായിട്ടുള്ള ഒരു പ്രോഗ്രാം, അതായത് എന്തുമായി ബന്ധപ്പെട്ടതാ? ഒരു ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഫലപ്രദമായ ഒരു പ്രോഗ്രാം അവിടെ നടപ്പിലാക്കണം. അങ്ങനെ പ്രോഗ്രാം നടപ്പിലാക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒത്തിരി ആക്ടിവിറ്റീസ് നമ്മൾ അവിടെ ചെയ്യണം അല്ലെ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇപ്പൊ ഒരു പ്രോഗ്രാം നടത്താന്ന് വിചാരിക്കുന്നത്? ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാൻ വേണ്ടി പറയുന്നതാണ് കേട്ടോ. നമ്മളൊരു പ്രോഗ്രാം നടത്തുന്നു, ഒരു ആനുവൽ ഡേ പ്രോഗ്രാം നടത്താണ്. ആ ആനുവൽ ഡേ പ്രോഗ്രാമിനുള്ളിൽ ഒത്തിരി ആക്ടിവിറ്റീസ് നടക്കുന്നില്ലേ? ഇല്ലേ? ആ ഒരു പ്രോഗ്രാം എന്ന് പറയുമ്പോൾ അതിൽ ഒത്തിരി ആക്ടിവിറ്റീസ് കൂടിയിട്ടാണ് ആ ഒരു പ്രോഗ്രാം ആവുന്നത് അല്ലെ? ആണോ? ഒത്തിരി കുട്ടികളുടെ പ്രോഗ്രാംസും ആക്ടിവിറ്റീസും ഒക്കെ ഉൾപ്പെടുത്തിയല്ലേ നമ്മൾ ആ ഒരു ആനുവൽ ഡേ എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്യുന്നത് അല്ലേ? എന്താണ് റിപ്ലൈ ചെയ്യാത്തെ? ആണ്. അപ്പൊ ഇവിടെയും അതുപോലെ തന്നെ ഈ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി ഒരു ഫലപ്രദമായ ഒരു പ്രോഗ്രാം നടപ്പിലാക്കുക എന്ന് പറഞ്ഞാല് അതിനുള്ളിൽ വരുന്ന ഈ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ശരിയായ രീതിയിൽ കോർഡിനേറ്റ് ചെയ്യണം. അത് ആവശ്യമായ മേൽനോട്ടങ്ങളും ആരാണ് വഹിക്കേണ്ടത്? ആരാ വഹിക്കേണ്ടത്? ആ ഒരു പ്രോഗ്രാം നന്നാവണം അല്ലെങ്കിൽ ഫലപ്രാപ്തിയിലെത്തണം അല്ലെങ്കിൽ ഫലപ്രദമാവണമെങ്കിൽ അതിനുള്ളിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നന്നായി കോർഡിനേറ്റ് ചെയ്യണം, മേൽനോട്ടം വഹിക്കണം അല്ലെ? അതിന് ആ ടീമാണ്. വെരി ഗുഡ്. ആ ടീമാണ് അതിനുള്ള റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളുകൾ എന്ന് പറയുന്നത്. ആ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ ടീം കൃത്യമായി ആവശ്യമുള്ള കോർഡിനേഷൻസ് ആ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ അവിടെ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് കൊടുക്കണം, കൃത്യമായ മേൽനോട്ടങ്ങളും വഹിക്കണം. അങ്ങനെ കൃത്യമായ ആ ഒരു കോർഡിനേഷൻ കൊടുത്തു, കൃത്യമായ രീതിയിലുള്ള മേൽനോട്ടം അല്ലെങ്കിൽ സൂപ്പർവിഷൻ ഒക്കെ ചെയ്ത് എല്ലാ ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസ് എല്ലാം നല്ല രീതിയിൽ നടപ്പിലാക്കിയാലാണ് ആ ഒരു പ്രോഗ്രാം വളരെ എഫക്റ്റീവ് ആവുകയുള്ളൂ, ഈ ഫലപ്രാപ്തിയിലേക്ക് എത്തുകയുള്ളൂ. ക്ലിയർ ആണോ? ഫസ്റ്റ് പോയിന്റ് മനസ്സിലായോ? പെട്ടെന്ന് വായിക്കുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നാം, എന്നാലും ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞ് വായിച്ചാൽ ക്ലിയർ ആയിരിക്കും കേട്ടോ.
രണ്ടാമത്തത് ഓർഗനൈസ് ആൻഡ് എപ്പിഡമോളജിക്കൽ monitoring program for nosocomial infection. ഇനി നോസോകോമിയൽ ഇൻഫെക്ഷൻ ഇപ്പൊ ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന നോസോകോമിയൽ ഇൻഫെക്ഷൻസുമായി ബന്ധപ്പെട്ട എപ്പിഡമോളജിക്കൽ എന്ന് പറഞ്ഞാൽ സാംക്രമിക രോഗശാസ്ത്രം. അപ്പൊ ഓരോ രോഗത്തെ കുറിച്ചും കൃത്യമായിട്ട് നമ്മൾ മോണിറ്ററിംഗ് പ്രോഗ്രാമുകൾ ആ ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക. അപ്പൊ ഒരു ഹോസ്പിറ്റലിൽ നോസോകോമിയൽ ഇൻഫെക്ഷൻ വന്നു, അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അക്വേർഡ് ഇൻഫെക്ഷൻസ് ഉണ്ടായി, അപ്പൊ അത് എന്തുകൊണ്ടുണ്ടാവുന്നു, കൃത്യമായ ഒരു നിരീക്ഷണവുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകൾ ആ ഹോസ്പിറ്റലിൽ എന്ത് ചെയ്യണം, ഓർഗനൈസ് ചെയ്യണം. ഏതൊരു രോഗം വന്നാലും ആ രോഗത്തിന്റെ ഉറവിടം എവിടെ നിന്നാണ്, എങ്ങനെയാണ് അത് പകരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായ നിരീക്ഷണങ്ങളിലൂടെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ആ പേഷ്യൻസിനെ നിരീക്ഷിച്ച് അവരെ പഠന വിധേയമാക്കുന്നതിലൂടെയാണ് നമുക്ക് ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുക. അപ്പൊ അതിനുവേണ്ടി ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻസ് ഉണ്ടായാൽ അതിനെ മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള മോണിറ്ററിംഗ് പ്രോഗ്രാമുകൾ, ആ സാംക്രമിക രോഗങ്ങളെ കുറിച്ചുള്ള ആ ഒരു മോണിറ്ററിംഗ് പ്രോഗ്രാമുകൾ കൃത്യമായി ആ ഹോസ്പിറ്റലിൽ ഓർഗനൈസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സംഘടിപ്പിക്കേണ്ടത് ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്? ഈ ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത് പറഞ്ഞത് ടു എൻഷുർ ആൻ എഫക്റ്റീവ് പ്രോഗ്രാം, ഒരു ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട ഒരു ഫലപ്രദമായ പ്രോഗ്രാം അവിടെ നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ അതിനുള്ളിൽ നടക്കുന്ന എല്ലാ ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ പ്രവർത്തനങ്ങളെയും ആ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ ടീം എന്ത് ചെയ്യണം, കൃത്യമായി കോർഡിനേറ്റ് ചെയ്യുകയും സൂപ്പർവൈസ് ചെയ്യുകയും വേണം. രണ്ടാമത്തത് ആ ഹോസ്പിറ്റലിലെ സാംക്രമിക രോഗങ്ങളെ കുറിച്ചുള്ള കൃത്യമായ അറിവുകൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻസുമായി ബന്ധപ്പെട്ട ആ പേഷ്യൻസിനും അതുപോലെ തന്നെ ഓരോ കണ്ടീഷനിലുള്ള കാര്യങ്ങളും കൃത്യമായി നമ്മൾ നിരീക്ഷണങ്ങൾ നടത്തണം. അപ്പൊ അങ്ങനെയുള്ള നിരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട ഈ മോണിറ്ററിംഗുമായി ബന്ധപ്പെട്ട ഡിഫറെന്റ് പ്രോഗ്രാമുകൾ ആ ഒരു ഹോസ്പിറ്റലിൽ ഓർഗനൈസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ സംഘടിപ്പിക്കേണ്ടത് ആ ഇൻഫെക്ഷൻ കൺട്രോൾ ടീമാണ്. കിട്ടിയോ? 2 പോയിന്റ്സും ക്ലിയർ ആണോ? Okay. മൂന്നാമത്തത് participate with pharmacy to develop a program, supervise the use of anti-infection drugs. ഇങ്ങനെ ഒരു ഇൻഫെക്ഷൻ വന്നാൽ നമ്മൾ അതിനെ പെട്ടെന്ന് മാറ്റണമെങ്കിൽ അതിനനുസരിച്ചുള്ള മരുന്നുകൾ, ആന്റിബയോട്ടിക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ കഴിക്കേണ്ടതായിട്ട് വരും അല്ലെ. അങ്ങനെ ഒരു ഇൻഫെക്ഷൻ വന്നു, അല്ലെങ്കിൽ ഒരു നോസോകോമിയൽ ഇൻഫെക്ഷനെ നമുക്ക് അധികം ആളുകളിലേക്ക് പകരാതിരിക്കാൻ വേണ്ടി ഈ ഒരു മെത്തേഡ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യണം, ഈ ഫാർമസിയുമായിട്ട് പങ്കാളിത്തത്തോടു കൂടി ഒരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുക അല്ലെങ്കിൽ വികസിപ്പിക്കുക. എന്തിനു വേണ്ടിയാ? സൂപ്പർവൈസ് ദ യൂസ് ഓഫ് ആന്റി ഇൻഫെക്ഷൻ ഡ്രഗ്സ്. അപ്പൊ ഇൻഫെക്ഷൻ എതിരായിട്ട് പ്രവർത്തിക്കുന്ന ആന്റി ഇൻഫെക്ഷൻ ഡ്രഗുകളുടെ ഉപയോഗത്തെ സൂപ്പർവൈസ് ചെയ്യാൻ അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കുന്നതിന് വേണ്ടി ഒരു പ്രോഗ്രാം ആര് ഡെവലപ്പ് ചെയ്യണം? ആരുമായിട്ട് പങ്കാളിത്തം കൊണ്ടുകൊണ്ടാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്? ഫാർമസിയുമായിട്ട് പങ്കാളിത്തത്താല് ഈ ഇൻഫെക്ഷൻ കൺട്രോൾ ടീം എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം അല്ലെങ്കിൽ വികസിപ്പിക്കണം. നാലാമത്തെ പോയിന്റിൽ പറയുന്നത് make sure that the patient care practices are appropriate to the level of patient risk. അതായത് പേഷ്യൻസിന് കൊടുക്കുന്ന രോഗികളുടെ ആ ഒരു രോഗി പരിചരണം, അതിന്റെ ആ ഒരു ലെവൽ എന്ന് പറയുന്നത് എങ്ങനെയാണോ പേഷ്യൻസിന് നമ്മൾ രോഗി പരിചരണം നൽകുന്നത് അത് ആ പേഷ്യന്റിന്റെ റിസ്ക് അല്ലെങ്കിൽ അപകട സാധ്യതയുടെ ലെവലിനനുസരിച്ചാണോ എന്ന് ഉറപ്പുവരുത്തുക. എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ പേഷ്യൻസിന്റെ കണ്ടീഷൻ ഉണ്ടാവും, അപ്പൊ അവരൊരു അപകട സാധ്യതയില്ല അല്ലെങ്കിൽ അവർക്കൊരു ഇൻഫെക്ഷൻ വന്നാൽ ആ ഇൻഫെക്ഷനെ പൂർണ്ണമായിട്ടും മാറ്റുന്ന രീതിയിലുള്ള ഒരു പരിചരണമാണ് നമ്മൾ കൊടുക്കേണ്ടത് അല്ലെ. അപ്പൊ നമ്മൾ ആ കൊടുക്കുന്ന പേഷ്യൻസിന് കൊടുക്കുന്ന ആ ഒരു കെയർ അല്ലെങ്കിൽ ആ ഒരു രീതി, പരിചരണം കൊടുക്കുന്ന ആ ഒരു രീതി ഇവരുടെ അപകട സാധ്യതയെ മറികടക്കുന്ന രീതിയിലുള്ള ലെവലിലുള്ളതായിരിക്കണം. മനസ്സിലായോ? അതെപ്പോഴും ആ പേഷ്യന്റിന്റെ കണ്ടീഷൻ എങ്ങനെയാണോ അതിനെ ഓവർകം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിൽ നിന്ന് അവരെ മുക്തരാക്കുന്ന രീതിയിലുള്ള പേഷ്യന്റ് കെയർ പ്രാക്ടീസസ് ആണോ അവിടെ നൽകുന്നത് എന്ന് ഉറപ്പുവരുത്തണം. ക്ലിയർ ആയോ? അവിടുത്തെ കാഠിന്യം അനുസരിച്ച് ആ പേഷ്യൻസ് എത്രത്തോളം അപകട സാധ്യതയിലാണോ അതിനനുസരിച്ചുള്ള രീതിയിലുള്ള ട്രീറ്റ്മെന്റുകളും കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ അതിനനുസരിച്ച് അപ്പൊ എത്രത്തോളം പേഷ്യൻസിന്റെ കണ്ടീഷൻ എങ്ങനെയാണോ അതിനനുസരിച്ച് ആ ഒരു ലെവലിൽ നിന്നുകൊണ്ടുള്ള ആ ഒരു കണ്ടീഷൻ അവർക്ക് എങ്ങനെ ഓവർകം ചെയ്യണമെങ്കിൽ നമ്മൾ എന്തൊക്കെ രീതികൾ കൊടുക്കാൻ പറ്റുമോ അതിനനുസരിച്ച് ലെവലിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് അവർക്ക് കിട്ടണം.
എന്നാൽ മാത്രമല്ലേ അവരതിൽ നിന്ന് റിക്കവർ ആയി പോരുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള മെഡിക്കൽ കെയറുകളാണോ അവർക്ക് കൊടുക്കുന്നത്, അങ്ങനെ തന്നെയാണോ അവർക്ക് കിട്ടുന്നത് എന്ന കാര്യങ്ങൾ ഈ ഇൻഫെക്ഷൻ കൺട്രോൾ ടീം എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം. ക്ലിയർ ആയോ? അപ്പൊ മൂന്നാമത്തെ പോയിന്റ് എന്താ പറഞ്ഞത്, ആ ഒരു പേഷ്യന്റ് എന്താണ്, അവിടെ ഒരു പേഷ്യൻസിന് ഒരു ഇൻഫെക്ഷൻ വന്നാൽ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യണമെങ്കിൽ അതിന് നമ്മൾ ആന്റി ഇൻഫെക്ഷൻ ഡ്രഗുകൾ ഉപയോഗിക്കാറുണ്ട്. ഈ പറയുന്ന ആന്റി ഇൻഫെക്ഷൻ ഡ്രഗുകളുടെ ഉപയോഗത്തെ മേൽനോട്ടം വഹിക്കാൻ അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്യാനായിട്ട് ആരുമായിട്ട് ഇൻഫെക്ഷൻ കൺട്രോൾ ടീമോ ഫാർമസിയും കൂടി പങ്കാളിത്തത്തോടു കൂടി ഒരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുക. നാലാമത്തെ പറഞ്ഞത് ആ പേഷ്യൻസിന്റെ റിസ്ക് അല്ലെങ്കിൽ അപകട സാധ്യത, ഒരു ഇൻഫെക്ഷൻ വന്ന് പേഷ്യൻസ് എത്രത്തോളം അപകട സാധ്യതയിലാണോ നിൽക്കുന്നത് ആ ഒരു ലെവലിനനുസരിച്ചുള്ള പേഷ്യന്റ് കെയർ പ്രാക്ടീസസ് ആയിരിക്കണം ഇവർക്ക് ലഭ്യമാകേണ്ടത്. അത് അങ്ങനെയുള്ള കൃത്യമായ രീതിയിലുള്ള ആ പേഷ്യന്റ് കെയർ അല്ലെങ്കിൽ പേഷ്യൻസിന് ആവശ്യമായ ട്രീറ്റ്മെന്റുകൾ കാര്യങ്ങളാണോ, അവർക്ക് അതിൽ നിന്ന് ഓവർകം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളവയാണോ അവർക്ക് ലഭ്യമാക്കുന്നത് അല്ലെങ്കിൽ കൊടുക്കുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. ഈ ഇൻഫെക്ഷൻ കൺട്രോൾ ടീം ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. ക്ലിയർ ആണോ? 4 പോയിന്റ്സ് ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഓക്കെ. നെക്സ്റ്റ് 5th പോയിന്റിൽ പറയുന്നത് check the efficacy of the methods of disinfection and sterilization and efficacy of system. അപ്പൊ നമ്മൾ ഈ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പലതരത്തിലുള്ള മെത്തേഡുകൾ അല്ലെങ്കിൽ രീതികൾ ഉപയോഗിക്കാറുണ്ട്. ഡിസിൻഫെക്ഷൻ ചെയ്യുക, അണുനാശനം നടത്തുന്നു, സ്റ്റെറിലൈസേഷൻ ചെയ്യാറുണ്ട്. അപ്പൊ അതുപോലെ തന്നെ മറ്റു പല സംവിധാനങ്ങളും നമ്മൾ ആ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാറുണ്ട്. ഈ പറയുന്ന എല്ലാ സംവിധാനങ്ങളും ഡിസിൻഫെക്ഷൻ മാത്രമല്ല, സ്റ്റെറിലൈസേഷൻ മാത്രമല്ല, മറ്റേതൊരു രീതിയാണ് ഈ പറയുന്ന എല്ലാ മെത്തേഡുകളുടെയും കാര്യക്ഷമത കൃത്യമായിട്ടാണോ ഈ പറയുന്ന ഡിസിൻഫെക്ഷൻ മെത്തേഡുകൾ അവിടെ നടപ്പിലാക്കുന്നത്, സ്റ്റെറിലൈസേഷൻ മെത്തേഡുകൾ കൃത്യമായിട്ടാണോ നടപ്പിലാക്കുന്നത്, അങ്ങനെ ഈ പറയുന്ന എല്ലാ മെത്തേഡുകളും പ്രോപ്പറായ രീതിയിൽ വളരെ കാര്യക്ഷമതയോടുകൂടിയും ഫലപ്രാപ്തിയോടുകൂടിയുമാണോ നടപ്പിലാക്കുന്നത് എന്ന് പരിശോധിക്കുക. Then 6th one പറയുന്നത് develop to enhance hospital cleanliness, taking part in development and provision of teaching program for the medical, nursing and associated health personnel as well as other categories of staff. ഈ ഒരു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട് ആ ഹോസ്പിറ്റലിന്റെ ക്ലീൻലിനെസ് അല്ലെങ്കിൽ വൃത്തി എൻഹാൻസ് ചെയ്യുക അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുക. അപ്പൊ നമുക്കൊരു ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഏറ്റവും നല്ലൊരു മെത്തേഡാണ് കുറച്ചും കൂടി ആ ഹോസ്പിറ്റലിലെ ക്ലീൻലിനെസ് കൂട്ടുക എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ആ ഒരു എന്താണ് പകർച്ചവ്യാധികൾക്ക് ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്ന ഒരു പ്രോഗ്രാം ആണ് അല്ലെ. അപ്പൊ ആ ഒരു വൃത്തി ക്ലീൻലിനെസ് എൻഹാൻസ് ചെയ്യുക അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ടേക്കിംഗ് പാർട്ട് ഇൻ ഡെവലപ്മെന്റ് ആൻഡ് പ്രൊവിഷൻ ഓഫ് ടീച്ചിങ് പ്രോഗ്രാം, അതായത് അത് അവരുടെ പഠന വിധേയമാക്കുക. എന്താണ് ആരുടെ മെഡിക്കൽ ആയിക്കോട്ടെ, നഴ്സിംഗ് മെഡിക്കൽ സ്റ്റാഫുകളുടെ നഴ്സിംഗുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഹെൽത്ത് പേഴ്സണൽസ് അല്ലെങ്കിൽ മറ്റ് കാറ്റഗറി ഓഫ് സ്റ്റാഫിന്റെ ഒക്കെ ടീച്ചിങ് പ്രോഗ്രാമുകൾ അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് നൽകുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവർക്ക് അതിനനുസരിച്ചുള്ള കൃത്യമായ ടീച്ചിങ്, എങ്ങനെ ക്ലീൻനെസ് അല്ലെങ്കിൽ വെറുതെ ക്ലീൻനെസ് ചെയ്താൽ പോരാ, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം പ്രോപ്പറായ രീതിയിൽ നമ്മൾ ഓരോ ഹോസ്പിറ്റലിന്റെ ഓരോ ഭാഗങ്ങളും വൃത്തിയാക്കേണ്ടത്, സൂക്ഷിക്കേണ്ടതും അതിനെക്കുറിച്ച് അറിവില്ലെങ്കിൽ അവർക്ക് അതിനാവശ്യമായ ടീച്ചിങ് പ്രോഗ്രാമുകൾ ഡെവലപ്പ് ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യണം. മനസ്സിലായോ? Then 7th one ആണ് provide expert analysis and leadership assistance for smaller institution. ഇനി ചെറിയ സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ ചിലപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിനെയൊക്കെ ഇത്രയും പേരെയൊക്കെ ഉൾപ്പെടുത്തിയ ഒരു ടീമിനെയൊക്കെ ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉണ്ടാക്കിയെടുക്കാനോ അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്താനോ നമുക്ക് ചിലപ്പോൾ സാധിച്ചെന്ന് വരില്ല. അപ്പൊ അതിനനുസരിച്ച് ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള എക്സ്പേർട്ട് അനാലിസിസ്, വിശദമായിട്ടുള്ള വിശകലനങ്ങളോ അതുപോലെ ആവശ്യമായിട്ടുള്ള ലീഡർഷിപ്പ് അസിസ്റ്റന്റ് നേതൃത്വ സഹായവും ഒക്കെ ഈ ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന് നൽകാവുന്നതാണ്. 5ാമത്തെ പോയിന്റ് പറഞ്ഞത് ആ ഹോസ്പിറ്റലിൽ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി ഒത്തിരി മെത്തേഡുകൾ ഉപയോഗിക്കാറുണ്ട്. ഡിസിൻഫെക്ഷൻ ചെയ്യാറുണ്ട്, സ്റ്റെറിലൈസേഷൻ ചെയ്യാറുണ്ട്, അതുപോലെ മറ്റു സംവിധാനങ്ങളും ഉണ്ട്. ഇതിന്റെയൊക്കെ ആ ഒരു കാര്യക്ഷമത എത്രത്തോളം ഉണ്ട് എന്ന് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക അല്ലെങ്കിൽ പരിശോധിക്കുക. കൃത്യമായിട്ടാണോ അവിടെ എല്ലാ രീതികളും പ്രോപ്പറായ രീതിയിൽ തന്നെയാണോ നടന്നു പോകുന്നത്, എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തേണ്ടതായിട്ടുണ്ടോ, അതൊക്കെ കൃത്യമായ പരിശോധനയിലൂടെയാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുക. അതായത് ഇൻഫെക്ഷൻ കൺട്രോൾ ടീം
ടീമാണ് ഈ പരിശോധന നടത്തേണ്ടത്. ആറാമത് പറയുന്നത് ആ ഹോസ്പിറ്റലിലെ ക്ലീൻലിനെസ് എൻഹാൻസ് ചെയ്യാൻ അല്ലെങ്കിൽ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ഇപ്പോ മെഡിക്കൽ നഴ്സിംഗ് അസോസിയേറ്റഡ് ഹെൽത്ത് പേഴ്സണൽസ്, ഇതുമായി ബന്ധപ്പെട്ട മറ്റ് സഹകരിക്കുന്ന ഹെൽത്ത് പേഴ്സണൽസ് അല്ലെങ്കിൽ മറ്റ് കാറ്റഗറിയിലുള്ള സ്റ്റാഫുകൾക്കൊക്കെ എങ്ങനെ വൃത്തിയായിട്ട് നമ്മൾ അവിടെ ഒരു ക്ലീൻലിനെസ് നിലനിർത്തണം, അല്ലെങ്കിൽ ആ ഹോസ്പിറ്റൽ എങ്ങനെ വൃത്തിയായിട്ട് നിലനിർത്തണം, വൃത്തിയോടെ എങ്ങനെ സൂക്ഷിക്കണം എന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ചും ഒരു അറിവ് നൽകുന്നതിന് വേണ്ടി കൃത്യമായ ടീച്ചിങ് പ്രോഗ്രാമുകൾ വികസിപ്പിക്കുകയും അത് അവർക്ക് നൽകുകയും ചെയ്യുന്നത് ഈ ഇൻഫെക്ഷൻ കൺട്രോൾ ടീമാണ്. ഏഴാമതായി പറയുന്നത് ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ അവർക്ക് ആവശ്യമായി ഇങ്ങനെ ഒരു ഹോസ്പിറ്റലിലെ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാനായിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള എന്താണ് എക്സ്പേർട്ട് അനാലിസിസ്, വിശദമായ വിശകലനങ്ങളോ ആവശ്യമായിട്ടുള്ള നേതൃത്വ സഹായവും ഒക്കെ ഈ ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന് നൽകാവുന്നതാണ്. ക്ലിയർ ആണോ? 7 പോയിന്റ്സും ഓക്കെ ആണോ? ഏതെങ്കിലും മിസ് റിപ്പീറ്റ് ചെയ്യണോ? അത് വേഗം വായിച്ചു നോക്കിയത്, ആ 7 പോയിന്റ്സ് ഒന്ന് വേഗം വായിച്ചു നോക്കിയേ. ആറാമത്തെ പോയിന്റോ 6th പോയിന്റ് പറയുന്നത് ഹോസ്പിറ്റലിൽ നമ്മൾ വളരെ വൃത്തിയുള്ള ഒരു സ്ഥലമാണെങ്കിൽ അവിടെ ഇൻഫെക്ഷൻ വരുന്നത് കുറവായിരിക്കില്ലേ. അപ്പൊ ഹോസ്പിറ്റലിൽ ഇതുപോലെ തന്നെ ആ ഒരു ക്ലീൻനെസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അത് വർദ്ധിപ്പിക്കണമെങ്കിൽ അത് പ്രോപ്പർ ആയ രീതിയിൽ അത് കൈകാര്യം ചെയ്യണം. നമ്മുടെ ഓരോ സ്ഥലത്തെയും വൃത്തി എന്ന് പറയുന്നത് സ്മോളർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് ഹോസ്പിറ്റലുകൾ തന്നെയാണ് കേട്ടോ. ചെറിയ ഹോസ്പിറ്റലുകളാവാം, അല്ലെങ്കിൽ ഒരു ക്ലിനിക്കുകളാവാം. അപ്പൊ അങ്ങനെയുള്ള ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവുമ്പോൾ അവിടെ ഈ പറയുന്ന ലീഡർഷിപ്പ് അസിസ്റ്റൻസ്, അപ്പൊ അവർക്ക് ചിലപ്പോൾ ഇങ്ങനെ ഒരു ക്ലിനിക്കിനെ വെച്ച് നോക്കുമ്പോൾ അവിടെ ഇൻഫെക്ഷൻ കണ്ടത് കൺട്രോൾ ചെയ്യണമെങ്കിൽ അവിടെ ഒരു ഇങ്ങനെയുള്ള ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിനെയൊക്കെ ചെയ്യാനായിട്ടുള്ള അത്രയും സ്റ്റാഫുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങളോ ആവശ്യമായിട്ടുള്ള അനാലിസിസ് ഒക്കെ നടത്തി, എക്സ്പേർട്ട് ആയിട്ടുള്ള അനാലിസിസ് ഒക്കെ നടത്തി അവർക്ക് ആവശ്യമായ വിവരങ്ങളോ സഹായങ്ങളോ ഒക്കെ ഇവർക്ക് ചെയ്തു കൊടുക്കാം. മനസ്സിലായോ? 7th പോയിന്റ് ക്ലിയർ ആണോ? ഓക്കെ ആണോ? കിട്ടാത്തവർക്ക് 7th പോയിന്റ് കിട്ടാത്തവർക്ക് ക്ലിയർ ആണോ? ഓക്കെ. 6th പോയിന്റിൽ പറയുന്നത് ഇപ്പൊ ഹോസ്പിറ്റലില് ഒരുപാട് സ്റ്റാഫുകളില്ലേ. ഇപ്പൊ ഹോസ്പിറ്റലില് മെഡിക്കൽ ആയിട്ടുള്ള സ്റ്റാഫുകളുണ്ട്, നഴ്സിംഗ് സ്റ്റാഫുകളുണ്ട്, അതുമായി ബന്ധപ്പെട്ട മറ്റ് ഹെൽത്ത് പേഴ്സണൽസ് ഉണ്ട്, അതുപോലെ മറ്റ് കാറ്റഗറിയിൽ വരുന്ന ജീവനക്കാരുണ്ട്. ഇവരെല്ലാവരും കൂടി വിചാരിച്ചാലാണ് നമുക്ക് ആ ഹോസ്പിറ്റൽ വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ ചിലപ്പോൾ ചിലവർക്ക് എങ്ങനെ വൃത്തിയായിട്ട് സൂക്ഷിക്കണം, ഏതൊക്കെ രീതിയിലൂടെയാണ് അത് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കേണ്ടത് എന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും ചിലപ്പോൾ വലിയ രീതിയിലുള്ള ബോധം ഉണ്ടാവാതിരിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രോപ്പർ ആയ രീതിയിൽ എങ്ങനെ നമുക്ക് ഹോസ്പിറ്റലിലെ ആ വൃത്തി നിലനിർത്താം അല്ലെങ്കിൽ വർദ്ധിപ്പിച്ചു കൊണ്ടുവരാം, അതിനു വേണ്ടിയിട്ട് ഈ ഇൻഫെക്ഷൻ കൺട്രോൾ ടീം എന്ത് ചെയ്യണം, കൃത്യമായ ടീച്ചിങ് പ്രോഗ്രാമുകൾ വികസിപ്പിക്കുകയും അത് അവർക്ക് ആ ടീച്ചിങ് പ്രോഗ്രാമുകൾ അവർക്ക് നൽകുകയും ചെയ്യണം. കിട്ടിയോ 6th പോയിന്റ്? ഓക്കെ, വേഗം ഒന്ന് വായിച്ചു നോക്കിയേ. വായിച്ചു കഴിയുമ്പോ റിപ്ലൈ ചെയ്യണം കേട്ടോ. ഫോർത്ത് പറയണം. ഫോർത്തിൽ പറയുന്നത് മേക്ക് ഷുവർ that patient care practices are appropriate to the level of patient risk. ഇപ്പൊ പേഷ്യൻസിന് ഒരു ഇൻഫെക്ഷൻ വന്നു എന്ന് വിചാരിക്കും. അപ്പൊ നമുക്കൊരു ഇൻഫെക്ഷൻ വന്നു, അപ്പൊ നമ്മളൊരു പേഷ്യന്റ് ആയിട്ട് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു നോസോഫോമയിൽ ഇൻഫെക്ഷൻ വരുമ്പോ നമ്മുടെ അപകട സാധ്യത എത്രത്തോളമാണ്? ചിലപ്പോൾ ചെറിയ രീതിയിലുള്ള ഒരു ഇൻഫെക്ഷൻ ആവാം ആ വ്യക്തിക്ക്, ചിലപ്പോൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ ആവാം വരുന്നത്. അത് ഓരോ പേഷ്യന്റിന്റെയും കണ്ടീഷൻ അനുസരിച്ചായിരിക്കും അല്ലെ.
അപ്പൊ ആ പേഷ്യൻസിന്റെ റിസ്ക് എത്രത്തോളമാണ്, അല്ലെങ്കിൽ പേഷ്യന്റിന്റെ ആ ഇൻഫെക്ഷൻ വഴി അവരുടെ അപകട സാധ്യത എത്രത്തോളമാണ്, അതിനനുസരിച്ചുള്ള ഒരു പേഷ്യന്റ് കെയർ ആണ് അവർക്ക് ലഭിക്കേണ്ടത്. അല്ലെ, നമുക്ക് അധികം വലിയ രീതിയിൽ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല, ജസ്റ്റ് ഫീവറും കാര്യങ്ങളോ ഉള്ളൂ, ആ ഒരു ഇൻഫെക്ഷൻ വന്നിട്ടെങ്കിൽ നമുക്ക് അതിൻ്റെതായ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് മതി. അല്ലെ, അത് അത്രയും ആവശ്യമുള്ളൂ. അതേസമയം നല്ലൊരു സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലേക്ക് ആ ഒരു ഇൻഫെക്ഷൻ പോകുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് തരുന്ന പരിചരണത്തിൽ വ്യത്യാസം വരുത്തണ്ടേ, മാറ്റം വരുത്തണ്ടേ. അപ്പൊ അങ്ങനെ ഓരോ പേഷ്യന്റിനെയും അപകട സാധ്യത, ഒരു ഇൻഫെക്ഷൻ മൂലം ഉണ്ടാവുന്ന റിസ്ക് അല്ലെങ്കിൽ അപകട സാധ്യതയുടെ ലെവൽ എത്രത്തോളം ഉണ്ട്, അതിനനുസരിച്ചുള്ള പേഷ്യൻസിന് അതിനനുസരിച്ചുള്ള പരിചരണം കിട്ടണം. എന്നാൽ മാത്രമേ അവർക്ക് അതിൽ നിന്ന് റിക്കവർ ആയി പോരാൻ പറ്റുള്ളൂ. അല്ലെ, നമുക്ക് ഇൻഫെക്ഷൻ എത്രത്തോളം സീരിയസ് ആണോ അതിനനുസരിച്ചുള്ള പരിചരണങ്ങൾ അല്ലെങ്കിൽ കെയർ കിട്ടിയാൽ നമ്മൾ മാക്സിമം നേരത്തെ തന്നെ അതിൽ നിന്ന് റിക്കവർ ആയി പോരാൻ പറ്റും. അങ്ങനെയുള്ള ഒരു പേഷ്യന്റ് കെയർ പ്രാക്ടീസസ് ആണോ അവർക്ക് ലഭ്യമാകുന്നത്, ഓരോ ഇൻഫെക്ഷൻ കേസസ് ആയിട്ടുള്ള ഓരോ പേഷ്യൻസിനും ഇതുപോലെ അവരുടെ റിസ്കിനനുസരിച്ചുള്ള പേഷ്യന്റ് കെയർ ആണോ കിട്ടുന്നത് എന്ന് ഈ ഇൻഫെക്ഷൻ കൺട്രോൾ ടീം എന്ത് ചെയ്യണം, ഉറപ്പുവരുത്തണം. അപ്പൊ അങ്ങനെയുള്ള രീതിയിലുള്ളതല്ല കിട്ടുന്നതെങ്കിൽ ഇൻഫെക്ഷൻ മാറാനായിട്ട് കുറെ ദിവസം എടുക്കും. അല്ലെ, അതിനനുസരിച്ചുള്ള ഒരു ട്രീറ്റ്മെന്റ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് ദിവസം എടുത്തില്ല, ചിലപ്പോൾ മാറാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ചിലപ്പോൾ അതുപോലെ തന്നെ എത്ര ദിവസം ഇവരിൽ നിന്ന് മാറാതിരിക്കുന്നു അത്രയും ദിവസം മറ്റുള്ളവർക്ക് വരെ അപകട സാധ്യതയുണ്ട്, മറ്റുള്ളവരിലേക്ക് പകരാനും സാധ്യത കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഇൻഫെക്ഷൻ കൺട്രോൾ ടീം ഇത് നിർബന്ധമായിട്ടും അത് ഉറപ്പുവരുത്തണം. ക്ലിയർ ആണോ ആൽബിൻ? ഫിഫ്ത് പോയിന്റിൽ പറയുന്നത്, ഇപ്പൊ ഹോസ്പിറ്റലിൽ നമ്മൾ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മൾ ഡിസ്ഇൻഫെക്ഷൻ ചെയ്യണം. അല്ലെ, പല സ്ഥലങ്ങളും നമ്മൾ അണുനശീകരണം നടത്തണം, സ്റ്റെറിലൈസേഷൻസ് നടത്തണം. അതുപോലെ പല സംവിധാനങ്ങളും പല മെത്തേഡുകൾ കൊണ്ടുവന്നാലാണ് നമുക്ക് എല്ലാ ഇടങ്ങളിലും എല്ലാ രീതിയിലുമുള്ള ആ ഒരു ഇൻഫെക്ഷനെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. അല്ലെ, അപ്പൊ അതിനുവേണ്ടി ഇങ്ങനെ കൊണ്ടുവരുന്ന എല്ലാ മെത്തേഡുകളും കാര്യക്ഷമമായിട്ടാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ഇപ്പൊ ഒരു ഡിസ്ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ശരിയായ രീതിയിൽ നടക്കുന്നുണ്ടോ, സ്റ്റെറിലൈസേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും ശരിയായ രീതിയിൽ തന്നെ അവിടെ നടപ്പിലാക്കുന്നുണ്ടോ, ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം, ഇതിന്റെ ആ ഒരു കാര്യക്ഷമത ചെക്ക് ചെയ്യണം. എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതൊക്കെ ചെയ്യണ്ടേ. അപ്പൊ അതിനുവേണ്ടി കൃത്യമായിട്ട് ഈ പറയുന്ന നടപ്പിലാക്കിയിട്ടുള്ള ഇങ്ങനെയുള്ള മെത്തേഡുകൾ അല്ലെങ്കിൽ രീതികളെല്ലാം ശരിയായ രീതിയിൽ നടപ്പിലാക്കുന്നുണ്ടോ, കാര്യക്ഷമതയോട് കൂടിയാണ് അതവിടെ നടപ്പിലാക്കുന്നത്, നടന്നുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പരിശോധന നടത്തണം. ക്ലിയർ ആയോ ഫിഫ്ത് പോയിന്റ്? ഓക്കെ ഓക്കെ, അടുത്ത ഭാഗത്തേക്ക് പോട്ടെ, ലാസ്റ്റ് ഭാഗത്തേക്ക് പോട്ടെ. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ഭാഗം ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്പുകളാണ്. സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലെ, നമ്മൾ കോവിഡ് വന്ന സമയത്തൊക്കെ നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും, ചെയ്തിട്ടുണ്ടാവും. അല്ലെ, ചെയ്തിട്ടുണ്ടാവും. സാധാ ഹാൻഡ് വാഷിങ്ങിന്റെ കാര്യമല്ല കേട്ടോ, പ്രോപ്പർ ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് രീതികളുണ്ട്. അല്ലെ, അപ്പൊ അതൊക്കെ നമ്മൾ കോവിഡ് വന്ന സമയത്ത് പ്രത്യേകം നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടാവും, നമ്മൾ ചെയ്തു നോക്കിയിട്ടുണ്ടാവും. അപ്പൊ ഇവിടെ നിങ്ങൾ ആദ്യം ഈ പോയിന്റ്സ് വായിക്കുന്നതിന് മുൻപായിട്ട് ഈ ഒരു പിക്ചർ നോക്കാം, അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. ഓക്കെ, ക്ലിയർ ആണോ? കാണുന്നുണ്ടോ പിക്ചർ? ഓക്കെ, അപ്പൊ പിക്ചേഴ്സ് നോക്കി. ഫസ്റ്റ് വൺ ആണ് വെറ്റ് ഹാൻഡ്സ് വിത്ത് വാട്ടർ. അപ്പൊ നമ്മുടെ ഹാൻഡ്സ് ജസ്റ്റ് വാട്ടർ വെച്ച് വെള്ളം വെച്ച് ഒന്ന് എന്ത് ചെയ്യുക, വെറ്റാക്കുക, ഒന്ന് നനയ്ക്കുക. അതിനുശേഷം രണ്ടാമത്തെ ഇതാ വരുന്നത് അപ്ലൈ ഇന്നർ സോപ്പ് ടു കവർ ഓൾ ഹാൻഡ് സർഫസസ്. ഹാൻഡിന്റെ എല്ലാ സർഫസുകളിലും സോപ്പ് കവർ ആവുന്ന രീതിയിൽ ആവശ്യമായിട്ടുള്ള എമൗണ്ട് ഓഫ് സോപ്പ് കയ്യിലെടുക്കുക. ഇത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു രീതിയാണ് പറയുന്നത് കേട്ടോ. മൂന്നാമത്തത് എന്ത് ചെയ്യുന്നു, ഹാൻഡ്സ് പാം ടു പാം. എങ്ങനെ പാം ടു പാം ചെയ്യുന്നത്? ഒരു കൈയുടെ മുകളിലേക്ക് മറ്റേ കൈ കമത്തി വെച്ചിട്ട് അല്ലെ, പാം ടു പാം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു, റബ്ബ് ചെയ്യുന്നു. അത് ഓൾറെഡി സോപ്പ് ഉണ്ടല്ലോ, എന്നിട്ട് നമ്മൾ അത് റബ്ബ് ചെയ്യാണ് ചെയ്യുന്നത്.
അടുത്തത് റൈറ്റ് പാം ഓവർ ലെഫ്റ്റ് ഡോഴ്സം വിത്ത് ഇന്റർലോക്ക്ഡ് എന്നാണ് കേട്ടോ. നമ്മള് തിരുത്തിയിട്ടില്ലെങ്കിൽ ഒന്ന് തിരുത്തി വെക്കണം. ഇന്റർലോക്ക്ഡ് ഫിംഗേഴ്സ് ആൻഡ് വൈസ് വേഴ്സ. നമ്മൾ ഈ പറയുന്ന ഒരു കൈയുടെ മുകളില് മറ്റൊരു കൈ എടുത്ത് വെച്ചിട്ട് അവിടെ ഇന്റർലോക്ക് ചെയ്യുന്നു. ആ വിരലുകൾ തമ്മിൽ ഇന്റർലോക്ക് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നു? റബ്ബ് ചെയ്യുന്നു. അടുത്തത് നേരെ തുറന്നു അല്ലെ. തുറന്നു കഴിഞ്ഞ് എന്ത് ചെയ്യുന്നു? അത് നേർക്ക് നേരെ, അതായത് പാം ടു പാം വിത്ത് ഫിംഗേഴ്സ് ഇന്റർലോക്ക്ഡ്. പാം ടു പാം ആയിട്ട് കൈ പിടിച്ചതിന് ശേഷം ഫിംഗേഴ്സ് ഇന്റർലോക്ക് ചെയ്ത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും റബ്ബ് ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. ഓരോന്ന് എങ്ങനെയാണ് ചെയ്യേണ്ടത് ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ള വഴിയാണ് പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് രണ്ടാമത് നെക്സ്റ്റ് എന്താ ചെയ്യുന്നത്? നമ്മൾ രണ്ട് രീതിയിലും ചെയ്തു. ആ ഒരു കൈയുടെ മുകളിൽ കൈ കയറ്റി വെച്ച് ഇന്റർലോക്ക് ചെയ്തു, പാം ടു പാം വെച്ച് ഇന്റർലോക്ക് ചെയ്തിട്ട് റബ്ബ് ചെയ്തു. ഇനി അതിനുശേഷം രണ്ട് പാംസ്, ബാക്ക് ഓഫ് ഫിംഗേഴ്സ് ടു ഓപ്പോസിംഗ് പാംസ് വിത്ത് ഫിംഗേഴ്സ് ഇന്റർലോക്ക്ഡ്. ഇനി എന്താണ്? ബാക്ക് ചെയ്തിട്ട്, അതായത് ബാക്സ് ഓഫ് ഫിംഗേഴ്സ്, അപ്പൊ ഫിംഗറിന്റെ ബാക്ക് സൈഡ് റബ്ബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൈ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓപ്പോസിംഗ് പാംസ്, ഓപ്പോസിറ്റ് സൈഡിലോട്ട് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും റബ്ബ് ചെയ്യും. അടുത്തതാണ് റൊട്ടേഷണൽ റബ്ബിംഗ് ഓഫ് ലെഫ്റ്റ് തം ക്ലാസ്പ് ഇൻ റൈറ്റ് പാം ആൻഡ് വൈസ് വേഴ്സ. ഈ ഒരു കൈ ഇങ്ങനെ വെച്ചിട്ട് നമ്മുടെ ഈ ഒരു റൈറ്റ് തമ്പാണെങ്കിൽ, ഏത് തമ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ലെഫ്റ്റ് തമ്പാണെങ്കിൽ ആ ലെഫ്റ്റ് തമ്പ് എന്ത് ചെയ്യുന്നു? റബ്ബ് ചെയ്യും. അതുപോലെ തന്നെ തിരിച്ചും ചെയ്യുന്നു. റൈറ്റ് തമ്പ് എടുത്തിട്ട് ലെഫ്റ്റ് ഹാൻഡ് വെച്ചിട്ട് റബ്ബ് ചെയ്യും. നെക്സ്റ്റ് വരുന്നത് റൊട്ടേഷണൽ റബ്ബിംഗ്, അതായത് നമ്മുടെ ആ ഒരു സെന്റർ ഭാഗം, കൈയുടെ ആ ഒരു സെന്റർ ഭാഗത്ത് backward and forward with the clasped fingers or right hand in left palm and vice versa. ഇനി എന്ത് ചെയ്യുന്നു? ലെഫ്റ്റ് ഹാൻഡിലെ ആ ഒരു സെന്റർ ഭാഗത്ത് നമ്മുടെ ഫിംഗറിന്റെ ടിപ്പ് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് ഫോർവേഡും ബാക്ക്വേർഡും നേരെ രണ്ട് ഓപ്പോസിറ്റ് സൈഡിലോട്ടും ചെയ്യുന്നുണ്ട്. ആദ്യം ഒരു സൈഡിലേക്ക് ചെയ്യുന്നു, നേരെ തിരിച്ചു ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോഴത്തെ കൈയിലും റിപ്പീറ്റ് ചെയ്യും. എന്ത് ചെയ്യുന്നു? ആ ഒരു സെന്റർ ഭാഗത്ത് നമ്മുടെ ആ ഒരു ഫിംഗറിന്റെ ടിപ്പ് വെച്ചിട്ട് ആ ഒരു സൈഡിലേക്ക് ചെയ്യും, അത് പിന്നെയും അത്രയും. അതുപോലെ തന്നെ ബാക്ക് സൈഡിലേക്കും ചെയ്യും. അടുത്തത്, അപ്പൊ ഇത്രയും കഴിയുമ്പോൾ തന്നെ നമ്മുടെ എല്ലാ ഭാഗങ്ങളും ഓൾമോസ്റ്റ് കവർ ആയി അല്ലെ. റബ്ബ് ചെയ്ത് കവർ ആയി കഴിഞ്ഞില്ലേ? ഇനി നമ്മള് വാട്ടർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ഹാൻഡ് എന്ത് ചെയ്യുന്നു? റിൻസ് ചെയ്ത് കഴുകിക്കളയാണ് ചെയ്യുന്നത്. ദെൻ ഡ്രൈ thoroughly with a single, ഇതാണോ? ഓക്കെ, അപ്പൊ ഇതല്ല കേട്ടോ. ഓക്കെ, ഡ്രൈ thoroughly വിത്ത് ഒരു സിംഗിൾ ആയിട്ടുള്ള ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു ടവലോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? അത് എന്താണ്? ഡ്രൈ ചെയ്തെടുക്കാണ് കൈ. അല്ലാതെ ഒത്തിരി വേറെ തുണികളോ കാര്യങ്ങളോ ഒന്നും അധികം യൂസ് ചെയ്യാതെ വളരെ സ്റ്റെറിലൈസർ ടിഷ്യൂ ഒക്കെയാണ് കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുക. യൂസ് ടവൽ ഫോസറ്റ്. ഇനി ആ നമ്മൾ റബ്ബ് ചെയ്യാൻ വേണ്ടി, നമ്മൾ ഡ്രൈ ചെയ്യാൻ വേണ്ടി എടുത്ത ആ ഒരു ടിഷ്യൂ അല്ലെങ്കിൽ ആ ഒരു പേപ്പർ ഇല്ലേ, ടവലില്ലേ, അത് ഉപയോഗിച്ച് വേണം. അല്ലെങ്കിൽ നമ്മുടെ ഹാൻഡ്, നമ്മൾ പറയാറുണ്ട് ഇപ്പൊ ചില ഡോറുകളൊക്കെ നമ്മൾ എങ്ങനെ തുറക്കാം? കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഡോറൊക്കെ നമ്മുടെ മുട്ടുകൈ വെച്ച് തുറക്കാറില്ലേ? നമ്മള് ഡോറൊക്കെ തുറക്കാറുണ്ടോ? മുട്ടുകൈ വെച്ച് ഇങ്ങനെ തള്ളി തുറക്കാറുണ്ടോ? തുറന്നിട്ടുണ്ടോ? അല്ലെന്നുണ്ടെങ്കിൽ എന്താ, ഡ്രൈ ഹാൻഡ്സ് ഉപയോഗിച്ച് ഇപ്പൊ വാട്ടറിന്റെ ടാപ്പ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇതുപോലെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ടവലുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം. നേരിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? ഈ ഡ്രൈ ഹാൻഡ്സ് ഇനി എന്ത് ചെയ്യാൻ പാടില്ല? അതിൽ പിടിക്കാൻ പാടില്ല. പിന്നെയും പിടിച്ചു കഴിഞ്ഞാൽ ടച്ച് ചെയ്താല് അതിലോട്ട് മൈക്രോ ഓർഗാനിസംസ് വരാൻ സാധ്യതയുണ്ട്, ഇൻഫെക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട്, ഈ കണ്ടാമിനേറ്റഡ് ആവാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ടവൽ ഉപയോഗിച്ചോ അല്ലെങ്കിൽ നമ്മുടെ എൽബോ, നമ്മുടെ ആ കൈമുട്ടുകൾ കൊണ്ടോ എന്ത് ചെയ്യുക? തടിയെങ്കിൽ ടാപ്പുകൾ അടക്കി, അല്ലെങ്കിൽ ആ ഹോൾസ് ആണ് തുറക്കേണ്ടതെങ്കിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ആൻഡ് യുവർ ഹാൻഡ്സ് ആർ സേഫ്. ഇപ്പൊ നമ്മുടെ കൈകൾ എങ്ങനെയാണ്? വളരെ സേഫ് ആയിട്ട് നമ്മുടെ ഹാൻഡ് ഹൈജീൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇത്രയും സ്റ്റേജസ് അല്ലെങ്കിൽ ഇത്രയും സ്റ്റെപ്പുകളിലൂടെയാണ് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഹാൻഡ് വാഷിംഗ് എന്ന് പറയുന്നത്. അല്ലാതെ വെറുതെ ജസ്റ്റ് ഒരു ഇത്തിരി എന്താണ്, എന്തെങ്കിലും ഹാൻഡ് വാഷിംഗ് ലിക്വിഡ് ഇട്ട് ജസ്റ്റ് വെറുതെ കൈ കഴുകി പോന്നാല് ശരിയായ രീതിയിലുള്ളൊരു അണുനശീകരണം അവിടെ നടക്കുന്നില്ല. ക്ലിയർ അല്ലേ? ഇനി അടുത്തതായിട്ട് ഇനി നോക്കിയാൽ കുറച്ചുകൂടി ഈ ഒരു പോയിന്റ്സ് കിട്ടും. അപ്പൊ അതിൽ ഒന്നാമത്തത് പറയുന്നത്, ഇവിടെ ജസ്റ്റ് ആഡിക്വേറ്റ് എമൗണ്ട്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആഡിക്വേറ്റ് എമൗണ്ട് ഓഫ് സൊല്യൂഷൻ ടു ബി ടേക്കൺ ഇൻ യുവർ ഹാൻഡ്. മതിയായിട്ടുള്ള എമൗണ്ട് ഓഫ് സൊല്യൂഷൻ എത്രത്തോളം നമുക്ക് നമ്മുടെ ഹാൻഡ് വാഷ് ചെയ്യാൻ വേണ്ടി വേണോ അത്രയും എമൗണ്ട് നമ്മൾ സൊല്യൂഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്. പാം ടു പാം വിത്ത് ഫിംഗേഴ്സ് ഇന്റർലോക്ക്ഡ്. പാം ടു പാം ഫിംഗേഴ്സ് ഇന്റർലോക്ക് ചെയ്ത് എന്ത് ചെയ്യുന്നു?
എന്ത് ചെയ്യുന്നു? റബ്ബ് ചെയ്യുന്നു. അതുപോലെ തന്നെ റബ് ബാക്ക് ഓഫ് ദ ഫിംഗേഴ്സ് ടു ഓപ്പോസിറ്റ് പാർട്സ് വിത്ത് ദ റോളർ, ഓപ്പോസിറ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തം ടു തമ്പ് ക്ലിപ്പ് ചെയ്തിട്ട് ലെഫ്റ്റ് തമ്പ് ആദ്യം റബ്ബ് ചെയ്യുന്നു, റൈറ്റ് തമ്പ് ആദ്യം റബ്ബ് ചെയ്യുന്നു. ഇതിന്റെ ഓർഡറുകൾ വ്യത്യാസമായിട്ട് കിടക്കുന്നത് കേട്ടോ. മെയിൻ പോയിന്റ്സ് സ്റ്റെപ്പുകൾ ഇതൊക്കെ ചെയ്യുന്നുണ്ടെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ദെൻ റൊട്ടേഷണൽ റബ്ബിംഗ് ബാക്ക്വേർഡും ഫോർവേഡും ഒക്കെ നമ്മൾ ക്ലാസിക് ഫിംഗേഴ്സ് വെച്ച് അല്ലെങ്കിൽ ആ ഫിംഗർ ടിപ്പ് വെച്ച് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ബ്രിസ്റ്റ് റൊട്ടേഷനിൽ നമ്മുടെ ബ്രിസ്റ്റിന്റെ ആ ഭാഗമൊക്കെ നമ്മൾ വാഷ് ചെയ്യുന്നുണ്ട്. ദെൻ നെയിൽസ്, ഇപ്പൊ ചിലരുടെ കയ്യിലെ നെയിൽസിലൊക്കെ എന്തെങ്കിലും അഴുക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതിനോടൊപ്പം തന്നെ നമുക്കത് ചെയ്യാം കേട്ടോ. ഇത് ചെയ്യുന്നതോടൊപ്പം തന്നെ നെയിൽസ് ഒക്കെ സോഫ്റ്റ് ബ്രഷ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നെയിൽസിനുള്ളിലൊക്കെ എന്തെങ്കിലുമൊക്കെ അഴുക്കോ കാര്യങ്ങളോ ഒക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്ത് കളയാം. പിന്നെ എന്ത് ചെയ്യണം? ഇതെല്ലാം ക്ലീൻ ചെയ്ത പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ, റബ്ബിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ഹാൻഡ് വാഷ് പ്രോപ്പറായിട്ട് വാഷ് ചെയ്ത് കളയുന്നു. അതുപോലെ ക്ലോസ് വാട്ടർ ടാപ്സ് വിത്ത് എൽബോ ആൻഡ് ഡ്രൈ ഹാൻഡ്സ് thoroughly. ആ ഒരു കൈ എന്ത് ചെയ്യുന്നു? വളരെ ഡ്രൈ ആയിട്ട് നന്നായി ഡ്രൈ ചെയ്ത് ഉണക്കി സൂക്ഷിക്കുന്നു. അതുപോലെ ആ വാട്ടർ ടാപ്പോ കാര്യങ്ങളൊന്നും നമ്മൾ പിന്നെയും ആ ഒരു കൈ വെച്ച് ക്ലോസ് ചെയ്യാൻ പോകരുത്. മറിച്ച് നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ടവലും ആ ഒരു ടിഷ്യൂ പേപ്പറും ഉപയോഗിച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ എൽബോ കൈമുട്ടുകൊണ്ട് ചെയ്യാവുന്നതാണ്. വേഗം ഒന്ന് വായിച്ചു നോക്കിയത് ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സ്. ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്പിൽ ഉൾപ്പെടുന്നവ ഏതൊക്കെ അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏത് എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടില്ലേ? ആ ഒരു പിക്ചർ ഒന്ന് മനസ്സിലാലോചിച്ചാൽ മതി. അതിനാണ് ആദ്യം മിസ് പിക്ചർ എടുത്തത്. ആ പിക്ചർ ഒന്ന് മനസ്സിലാലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറിപ്പോകില്ല. ഈ സ്റ്റെപ്പുകൾ പഠിക്കുന്നതിനും നല്ലത് കുറച്ചും കൂടി ആ ഒരു പിക്ചർ റെക്കാർഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നതാണ് കേട്ടോ. പിക്ചർ ആവുമ്പോൾ നമുക്ക് മറന്നു പോകില്ലല്ലോ. ആ ഒരു പിക്ചർ കൃത്യമായിട്ട് ഓർഡർ അനുസരിച്ചൊന്നും പഠിക്കില്ല. ഇത്രാമത്തെ ഓർഡർ അല്ലെങ്കിൽ ഇത്ര സ്റ്റേജ് എന്നൊന്നും ചോദിക്കാറില്ല. ജസ്റ്റ് അതിൽ ഉൾപ്പെടുന്ന സ്റ്റെപ്പുകൾ ഏതൊക്കെ അല്ലെങ്കിൽ ഉൾപ്പെടാത്ത സ്റ്റെപ്പ് ഏതാണ് എന്ന് ആണ് കേട്ടോ ചോദിക്കാറ്. നമുക്ക് കുറച്ചും കൂടി അവയർനെസ് കിട്ടാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും തന്നിരിക്കുന്നതാണ്. വായിച്ചു കഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ചെയ്യണേ. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയി കേട്ടോ. ഹോസ്പിറ്റൽ അക്യൂർഡ് ഇൻഫെക്ഷൻ കംപ്ലീറ്റ് ആയി. മിസ് പുതിയൊരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മുടെ ലാസ്റ്റ് ഒരു ചാപ്റ്ററിലെ ബാലൻസ് കിടക്കുന്ന ടെർമിനോളജി ഞങ്ങൾ എല്ലാ ടീച്ചേഴ്സും കൂടിയാണ് കേട്ടോ എടുക്കുന്നത്, ഷെയർ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പൊ അത് മാൻഡ്രോസ് മാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും അല്ലെ? സ്റ്റാർട്ട് ചെയ്തിരുന്നോ കഴിഞ്ഞ ക്ലാസ്സില്?
സ്റ്റാർട്ട് ചെയ്തിരുന്നോ? ഓക്കെ, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തോളൂ. അതിന് കുറച്ച് എടുത്തായിരുന്നോ? ജസ്റ്റ് പറഞ്ഞിട്ടു വാഗ്ദാനസും ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇൻട്രൊഡക്ഷൻ എടുത്തിട്ടില്ല. ഇൻട്രൊഡക്ഷൻ അടുത്ത നെക്സ്റ്റ് ദിവസം, നാളെ ഫ്രൈഡേ അല്ലേ, നാളെ നമ്മുടെ മൈൽറോസ് മാം ആണ് ആദ്യത്തെ ഭാഗങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഓരോരുത്തരും ഓരോ ഭാഗങ്ങളായിട്ട് തിരിച്ചെടുത്തിരിക്കുന്നത്. മിസ് കോമൺ റൂട്ട് വേർഡ്സ് ആണ് എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ കോമൺ റൂട്ട് വേർഡ്സ് എന്താണ്? ഒരു റൂട്ട് വേർഡ് എന്നുള്ളത് നമ്മൾ പറയാം. പിന്നെ അത് തന്നെയാണ് ഇൻട്രൊഡക്ഷൻ ഭാഗങ്ങളിൽ ഓരോന്നും. എന്താണ് ഒരു അബ്രീവിയേഷൻ, എന്താണ് ഒരു റൂട്ട് വേർഡ്, എന്താണ് ഒരു പ്രിഫിക്സ്, എന്താണ് ഒരു സഫിക്സ് എന്നത് തന്നെയാണ് ഇൻട്രൊഡക്ഷൻ ഭാഗത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പൊ അതിൽ ഒരു കോമൺ റൂട്ട് വേർഡ് തുടങ്ങിയാണ് മിസ് എടുക്കുന്നത്. അപ്പൊ കോമൺ റൂട്ട് വേർഡ് എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മളൊരു വേർഡ് ചിന്തിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ വേർഡ് നോക്കിയാൽ ആ വേർഡിന് ഇപ്പൊ കോമൺ റൂട്ട് വേർഡ് എന്ന് പറയുന്നത് ശരിക്കും ആ ഒരു വേർഡിന്റെ ഫണ്ടമെന്റൽ പാർട്ടാണ്, അല്ലെങ്കിൽ ഏറ്റവും ചീഫ് പാർട്ടാണ് നമുക്ക് പറയാം. ആ ഒരു വേർഡ് ഇപ്പൊ ഏതെങ്കിലും ഒരു വേർഡ് ആയിക്കോട്ടെ, അപ്പൊ അതിന്റെ ഒരു ഫണ്ടമെന്റൽ പാർട്ട് അല്ലെങ്കിൽ ആ ഒരു ഫണ്ടമെന്റൽ പാർട്ട് ഓഫ് ദ വേർഡ് ആണ് ശരിക്കും റൂട്ട് വേർഡ് എന്ന് പറയുന്നത്. അതായത് ആ ഒരു വേർഡിന്റെ എല്ലാ എസെൻഷ്യൽ മീനിങ്ങും ഈ റൂട്ട് വേർഡിൽ ഉണ്ടായിരിക്കും. ഈ റൂട്ട് വേർഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു കോർ വേർഡിൽ നിന്നുമാണ്, അല്ലെങ്കിൽ ഈ ഒരു റൂട്ട് വേർഡിൽ നിന്നുമാണ് അതുമായി ബന്ധപ്പെട്ട മറ്റെല്ലാ വേർഡ്സും ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പൊ നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാർഡിയോ പൾമണറി റെസസിറ്റേഷൻ ആ ഒരു വേർഡാണ് അല്ലെ, CPR എന്നുള്ള വേർഡിന്റെ അല്ലേ ഇത്, കാർഡിയോ പൾമണറി റെസസിറ്റേഷൻ. അതിൽ കാർഡിയോ എന്ന് പറയുന്ന റൂട്ട് വേർഡിന്റെ അർത്ഥം എന്താണ് എന്ന് പറഞ്ഞു? കാർഡിയോ എന്ന് പറയുന്ന റൂട്ട് വേർഡിന്റെ അർത്ഥം എന്തായിരിക്കാം? കാർഡിയോ എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്തിലോട്ടാ കണക്ട് ചെയ്യണ്ടേ? വെരി ഗുഡ്, ഹാർട്ട് ആണ് അല്ലെ, ഹാർട്ട് എന്ന മീനിങ് ആണ്. പൾമണറി എന്ന് പറയുന്ന റൂട്ട് വേർഡ് എന്തുമായിട്ട് കണക്ട് ആക്കണം? എന്താണ് അതിന്റെ മീനിങ് വരുന്നത്? ലെൻസ് ആണ് അല്ലെ. അപ്പൊ ഹാർട്ട് എന്ന് പറയുന്നത് കാർഡിയോ, അതുപോലെ ലെൻസ് എന്ന് പറയുന്നത് പൾമണറി. അങ്ങനെയുള്ള രണ്ട് റൂട്ട് വേർഡുകളിൽ നിന്നാണ് ഈ മീനിങ്സ് വന്നിരിക്കുന്നത്. അപ്പൊ ഏതൊരു വേർഡിന്റെയും എസെൻഷ്യൽ ആയിട്ടുള്ള മീനിങ് വരുന്ന ഒരു ചീഫ് വേർഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റൂട്ട് വേർഡ് എന്ന് പറയുന്നത്. ഈ റൂട്ട് വേർഡ് ആണ് അതിന്റെ പ്രധാന അർത്ഥം കൊടുക്കുന്നത്. ആ വേർഡിന് പ്രധാന അർത്ഥം കൊടുക്കുന്ന ഒരു ഭാഗമാണ് ഈ റൂട്ട് വേർഡ് എന്ന് പറയുന്നത്. ഈ റൂട്ട് വേർഡിന്റെ സഫിക്സുകളോ പ്രിഫിക്സോ അല്ലെങ്കിൽ ആ റൂട്ട് വേർഡ് അങ്ങനെ തന്നെയോ നമുക്ക് കൃത്യമായ അർത്ഥം വരുന്ന രീതിയിൽ ഉപയോഗിക്കാം. അപ്പൊ ചിലപ്പോൾ ഇപ്പൊ ഒരു എന്താണ് പ്രിഫിക്സ് സഫിക്സ് എന്താണെന്ന് മനസ്സിലായോ? ജസ്റ്റ് പറഞ്ഞിരുന്നോ പ്രിഫിക്സ് എന്താണ്, സഫിക്സ് എന്താണ്? പറഞ്ഞിട്ടില്ല. അപ്പൊ പ്രിഫിക്സും സഫിക്സും എന്ന് പറഞ്ഞത് ജസ്റ്റ് മിസ്സിന് ഇവിടെ പ്രിഫിക്സും സഫിക്സും പറയുന്നില്ല, എന്നാലും ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ ചില വേർഡുകളുടെ മുൻപിൽ നമ്മൾ ചില ലെറ്റേഴ്സ് അല്ലെങ്കിൽ കാര്യങ്ങൾ ചേർക്കാറുണ്ട് അല്ലെ, മുൻപ് ചേർക്കുന്നതാണ് പ്രിഫിക്സ്, തുടക്കത്തിലുള്ളത്. അതേസമയം ആ ഒരു വേർഡിന്റെ ശേഷം ചേർക്കുന്നതിനെയാണ് സഫിക്സ് എന്ന് പറയുന്നത്. നമ്മൾ ഇംഗ്ലീഷ് ക്ലാസ്സുകളൊക്കെ പഠിച്ചു കാണും അല്ലെ. അതെ, ഇപ്പൊ ഒരു ഹാപ്പി എന്ന് പറയുന്ന ഒരു ടേം എടുക്കും, ഒരു വേർഡ് എടുക്കാം. ഹാപ്പി എന്ന വേർഡ് എടുക്കുമ്പോ അതിനൊരു പ്രിഫിക്സ് ആയിട്ടുള്ള ഒരു വേർഡ് പറയാമോ? പ്രിഫിക്സ് ആയിട്ടുള്ള അൺഹാപ്പി അല്ലെ. അപ്പൊ അൺ എന്നുള്ളൊരു പ്രിഫിക്സ് നമ്മൾ അവിടെ ചേർത്തപ്പോ ആ വേർഡ് അൺഹാപ്പി ആയിട്ട് മാറും അല്ലെ. ഇനി ഒരു സഫിക്സ് പറയാമോ ആ ഒരു വേർഡിന്? ഹാപ്പി എന്നുള്ളൊരു വേർഡിന് ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുന്നതാണ് കേട്ടോ. ഹാപ്പിനെസ് അല്ലെ. എന്താണ് ഹാപ്പിനെസ് എന്ന് പറയാ? നെസ് എന്ന് പറയുന്ന ഒരു സഫിക്സ് അവിടെ ചേർക്കുമ്പോഴും അപ്പോഴും ആ ഒരു അർത്ഥം, ആ ഒരു സന്തോഷം എന്നുള്ളൊരു അർത്ഥത്തിന്റെ പല പല വേർഡ്സ് ആണ് ഇവിടെ വരിക അല്ലെ. ഇവിടെയും ഇങ്ങനെ ഒരു കോമൺ റൂട്ട് വേർഡ് ഉണ്ട്. ആ ഒരു കോമൺ റൂട്ട് വേർഡ് എന്ന് പറയുന്നത് ആ ഒരു പ്രധാന വേർഡിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ചീഫ് ആയിട്ടുള്ള വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള മീനിങ് കിട്ടുന്ന ഭാഗമായിരിക്കും. ഈ ഒരു വേർഡ്, ഈ ഒരു റൂട്ട് വേർഡിൽ നിന്നാണ് മറ്റ് അതിന്റെ കൂടെ സഫിക്സോ പ്രിഫിക്സോ ഒക്കെ ചേർത്താണ് മറ്റ് വേർഡുകൾ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. ക്ലിയർ ആണോ? റൂട്ട് വേർഡ് എന്താണെന്ന് മനസ്സിലായോ? റൂട്ട് വേർഡ് എന്താണെന്നുള്ളത്? എന്താണ് ഒരു റിപ്ലൈ ചെയ്യാതെ? മനസ്സിലാവാത്തത് കൊണ്ടാണോ?
ഒന്നും കൂടി പറയണം. ഓക്കെ, റൂട്ട് വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. റൂട്ട് വേർഡ് എന്ന് പറഞ്ഞാൽ ഒരു വേർഡ് ഉണ്ടാവുമല്ലോ. ജസ്റ്റ് എന്താ, ഇപ്പൊ ഒരു എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ ഓൾറെഡി ഇതൊക്കെ എക്സാമ്പിൾ പറയുന്നതാണ് കേട്ടാ. ഒരു വേർഡ് ഇപ്പൊ ഓഡിറ്റ് എന്താണ്, ഇപ്പൊ നിങ്ങൾക്ക് ഇതിൽ കൊടുത്തിരിക്കുന്ന ഒരു വേർഡ് തന്നെ എടുക്കാം. അതായത് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സ് ആണ്. ഓഡിയൻസ് എന്നുള്ള വേർഡ് ഉപയോഗിക്കാറുണ്ട് അല്ലെ? ഉണ്ടോ? എന്താണ് ഓഡിയൻസ് എന്നുള്ള മീനിങ്? ഇതിന്റെ അർത്ഥം എന്താ? ഓഡിയൻസ് ആരാണ്? ഓഡിയൻസ് കാണികള് അല്ലെ, പ്രേക്ഷകരാണ് അല്ലെ. അപ്പൊ നമ്മുടെ ഒരു പെർഫോമൻസിനെ ലിസൺ ചെയ്യുന്ന അല്ലെങ്കിൽ കേൾവിക്കാരെയൊക്കെയാണ് നമ്മൾ ഓഡിയൻസ് എന്ന് വിളിക്കുക. അതുപോലെ ഓഡിബിൾ എന്ന വേർഡ് നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇല്ലേ? ഓഡിബിൾ എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കാറില്ലേ? എന്താണ് ഓഡിബിൾ എന്ന് പറഞ്ഞ അർത്ഥം? എന്താണ്? കേൾക്കുക അല്ലെ, അതിനുള്ള ഒരു എബിലിറ്റി ആണ് ഒരു ഓഡിബിൾ എന്നുള്ളത്, അല്ലെങ്കിൽ കേൾക്കുക എന്നുള്ള ഒരു അർത്ഥമാണ് അല്ലെ. അപ്പോ ഇവിടെ ഓഡിബിൾ അതുപോലെ എന്താണ് ഓഡിയൻസ്, ഇതിന്റെയൊക്കെ കോമൺ ആയിട്ട് വരുന്ന ഒരു ഭാഗം ഏതാ? ആ രണ്ട് വേർഡിന്റെയും കോമൺ ആയിട്ട് വരുന്ന ഭാഗം ഏതാ? ഓഡി എന്ന് പറയുന്ന ഒരു ഭാഗം അല്ലെ. അപ്പൊ അതാണ് ഇതിന്റെ റൂട്ട് വേർഡ് എന്ന് പറയുന്നത്. ഈ ഓഡി എന്ന് പറയുന്ന റൂട്ട് വേർഡിൽ നിന്നുമാണ് മറ്റ് അതുമായി ബന്ധപ്പെട്ട മറ്റ് വേർഡ്സ് ഉണ്ടായിരിക്കുന്നത്. അപ്പൊ ഈ ഒരു കോമൺ ഓഡി എന്ന് പറയുന്ന വേർഡിന് ടു ഹിയർ എന്നുള്ള മീനിങ് ആണ്. ടു ഹിയർ എന്നുള്ള മീനിങ് ആണ്. അപ്പൊ ആ ഒരു മീനിങ് അവിടെ എപ്പോഴും, അതായത് ഈ ഒരു ഓഡി എന്ന് പറയുന്ന റൂട്ട് വേർഡിന് എസെൻഷ്യൽ മീനിങ് അവിടെ വന്നു കഴിഞ്ഞു അല്ലെ. മനസ്സിലാവുന്നുണ്ടോ? പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? ആ ഒരു കൃത്യമായിട്ട് ആ ഒരു വേർഡിന്റെ എസെൻഷ്യൽ മീനിങ് വരുന്ന ചീഫ് ആയിട്ടുള്ള ആ വേർഡിന്റെ ചീഫ് പാർട്ടിനെയാണ് നമ്മള് റൂട്ട് വേർഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് കുറച്ച് റൂട്ട് വേർഡ്സ് ആണ് പഠിക്കാനുള്ളത്. നമുക്ക് ഒരു കുറച്ച് എന്തോ 37 അങ്ങനെ എടുത്താണ്ടുള്ളൂ. കുറച്ചുള്ളൂ, അധികവും ഇല്ല. 37 കുറച്ചുണ്ട് കേട്ടാ, കുറച്ചുണ്ട്. പക്ഷെ എന്നാൽ പോലും ഓരോ പേജസ് എടുക്കുമ്പോ അതിന് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്ന ചിലതെല്ലാം നോട്ട് ചെയ്യാൻ പറയും കേട്ടാ. നോട്ട് ചെയ്യാൻ പറയുമ്പോ അതൊന്ന് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം കേട്ടാ. അപ്പൊ അത് കൂടുതലും ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിരിക്കുന്നവയാണ് കേട്ടോ. മറ്റുള്ളവ പഠിക്കേണ്ട എന്നല്ല, ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചാൽ മതി. ഈ പറയുന്ന ഇങ്ങോട്ട് ഞാൻ പറയുന്നവ ഒന്ന് നോട്ട് ചെയ്ത് തന്നെ പഠിക്കണം കേട്ടോ. കുറേ ഉണ്ട്, അപ്പൊ നിങ്ങൾക്ക് എല്ലാം മുഴുവൻ ബൈഹാർട്ട് ചെയ്യാന്നൊക്കെ പറയാൻ ബുദ്ധിമുട്ടായിരുന്നില്ലേ. അപ്പൊ കുറച്ചൊക്കെ ഷോർട്ട് ചെയ്ത് തരുന്നതാണ് കേട്ടോ. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് മിസ് ആ പേജിലുള്ളവ ഏതൊക്കെയാന്ന് ലാസ്റ്റ് പറയുള്ളൂ കേട്ടോ. ആ ഒരു പേജ് കഴിയുമ്പോൾ മാത്രമേ പറയുള്ളേ. ഓക്കെ, അപ്പൊ നമ്മൾ കോമൺ റൂട്ട് വേർഡ്സിൽ ഒന്നാമത്തതാണ് അക്കോ. അക്കോ എന്ന് പറയുന്ന വേർഡ് കേട്ടിട്ടുണ്ടോ? റൂട്ട് വേർഡ് ആണ്. അതായത് അതിന്റെ മീനിങ് വരുന്നത് ഹിയർ എന്നുള്ള മീനിങ് ആണ്. അപ്പൊ ചോദിക്കാറുണ്ട്, ഇങ്ങനെയായിരിക്കും ചോദിക്കുക, അക്കോ എന്ന് പറയുന്ന റൂട്ട് വേർഡിന്റെ മീനിങ് എന്താണ്? മീനിങ് മാത്രമേ നിങ്ങൾ പഠിച്ചാൽ മതി. അതിന്റെ എക്സാമിനോ കാര്യങ്ങളൊന്നും ചോദിക്കാറില്ല. ജസ്റ്റ് അതിന്റെ മീനിങ് എന്താണ് മനസ്സിലാക്കി വെക്കുക. അപ്പൊ അക്കോ എന്ന് പറയുന്ന റൂട്ട് വേർഡിന്റെ മീനിങ് ആണ് ഹിയർ അല്ലെങ്കിൽ സൗണ്ട് എന്നൊരു മീനിങ് ആണ് വരുന്നത്. അപ്പൊ നമ്മുടെ ഇവിടെ കോമൺ ആയിട്ട് ഒരു ഉപയോഗിച്ച് കണ്ടിരിക്കുന്ന ഒരു വേർഡാണ്. ജസ്റ്റ് ചിലതിനൊക്കെ നമുക്ക് എക്സാമ്പിൾ പറഞ്ഞു തരാൻ പറ്റും. അക്കോസ്റ്റിക്സ് എന്ന വേർഡ് കേട്ടിട്ടുണ്ടോ? അക്കോസ്റ്റിക്സ് കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിലോ അക്കോസ്റ്റിക്സ് എന്ന് പറഞ്ഞ വേർഡ് കേട്ടിട്ടുണ്ടോ? അതായത് സ്റ്റഡി ഓഫ് സൗണ്ട് ആണ് അക്കോസ്റ്റിക്സ്. സ്റ്റഡി ഓഫ് സൗണ്ട്. ഇവിടെ അർത്ഥം വരുന്നത് എന്താ? മീനിങ് എന്താ? ഇതിന്റെ അക്കോ എന്നുള്ള മീനിങ് എന്താ? ഹിയർ ഓർ സൗണ്ട് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അപ്പൊ അക്കോസ്റ്റിക്സ് എന്ന വേർഡ് എന്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്? സ്റ്റഡി ഓഫ് സൗണ്ടുമായി ബന്ധപ്പെട്ടതാണ് ഒരു വേർഡാണ് അക്കോസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ആ ഒരു കോമൺ റൂട്ട് വേർഡ് അവിടെ വന്നില്ലേ? സൗണ്ടുമായി ബന്ധപ്പെട്ട ഇതിന്റെ കൂടി നമ്മൾ ഈ അക്കോസ്റ്റിക്സ് എന്ന റൂട്ട് വേർഡ് ഉപയോഗിക്കാറുണ്ട്. മനസ്സിലായോ? ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. രണ്ടാമത്തത് ആഡിപ്പ്. എന്താണ് ആഡിപ്പ് എന്ന് പറഞ്ഞ റൂട്ട് വേർഡിന്റെ മീനിങ്? ഫാറ്റ് അല്ലെങ്കിൽ ഫാറ്റി ടിഷ്യൂ എന്നൊരു അർത്ഥവും വരുന്നുണ്ട്. ഫാറ്റ് എന്നാണ് ആഡിപ്പിന്റെ അർത്ഥം. അതായത് നമ്മുടെ ബോഡിയിലൊക്കെ ആഡിപ്പോസ് ടിഷ്യൂസ് ഉണ്ട്. എന്താണ് ആഡിപ്പോസ് ടിഷ്യൂസ് ചെയ്യുക? ആഡിപ്പോസ് ടിഷ്യൂസ് ഇല്ലേ? എന്താ ആഡിപ്പോസ് ടിഷ്യൂസ് ചെയ്യുന്നത്? നമ്മുടെ ബോഡിയിൽ ഫാറ്റ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ടിഷ്യൂസ് ആണ് ആഡിപ്പോസ് ടിഷ്യൂസ് അല്ലെ. അതെ, ഫാറ്റ് കാണുന്നത് അല്ലെങ്കിൽ ഫാറ്റ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഇടമാണ്
ആഡിപ്പോസ് ടിഷ്യൂസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫാറ്റ് ടിഷ്യൂസ് എന്ന് പറയാറുണ്ട് അല്ലെ. അപ്പൊ അടി എന്ന് പറയുന്ന ആ ഒരു റൂട്ട് വേർഡ് അവിടെ വന്നില്ലേ? വന്നോ? ഫാറ്റുമായി ബന്ധപ്പെട്ട ആ ഒരു വേർഡില് ആഡിക് എന്ന് പറയുന്ന ഒരു വേർഡ് വന്നില്ലേ? ആ ഒരു മെയിൻ റൂട്ട് വേർഡ് അല്ലെങ്കിൽ മെയിൻ എസെൻഷ്യൽ പാർട്ട് അവിടെ വന്നു കഴിഞ്ഞു. ക്ലിയർ ആണോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി കേട്ടാ. ജസ്റ്റ് നിങ്ങൾക്ക് ഇത്രയും പഠിക്കാനുള്ളൂ, കുറെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട കാര്യമില്ല. കാരണം ഒത്തിരി റൂട്ട് വേർഡ്സ് അതുപോലെ ഒത്തിരി അബ്രിവിയേഷൻസ് ഒക്കെ പഠിക്കാനുണ്ട്. ജസ്റ്റ് അത് എന്താന്ന് മാത്രം മനസ്സിലാക്കിയിരിക്കാം. ഒരുപാട് പഠിച്ചിട്ട് നമുക്ക് കൺഫ്യൂഷൻ ആവും. അപ്പൊ അതിന് വേണ്ട ജസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മാത്രം കുറച്ചും കൂടി സ്ട്രെസ് ചെയ്ത് പഠിക്കുകയും ചെയ്യും. ആൽബം, അടുത്തതാണ് ആൽബം. ആൽബം എന്ന് പറഞ്ഞാല് വൈറ്റ് എന്നാണ് അതിന്റെ മീനിങ് വരിക. അതായത് ഇപ്പൊ ഒരു രോഗമുണ്ട്, കേട്ടിട്ടുണ്ടോ നിങ്ങള്? ഈ കുറെ ചില ആളുകൾ കുട്ടികളെ അല്ലെങ്കിൽ മുതിർന്നവരെയൊക്കെ കണ്ടിട്ടില്ലേ, ഫുള്ളും വൈറ്റ് ആയിട്ട്, അതായത് അവരുടെ മുടി പോലും ബ്ലാക്ക് ഉണ്ടാവില്ല. ആൽബിനിസം അല്ലെ? ആൽബിനിസം, ആൽബുമിൻ അല്ല കേട്ടോ. ആൽബുമിൻ പറയാറുണ്ട്. ഇവിടെ നമ്മളൊരു രോഗത്തെ കുറിച്ച് അത് പറഞ്ഞേ. ഇത് ഓരോരോ നമ്മുടെ മെഡിക്കൽ ടേംസിൽ ഉപയോഗിക്കുന്നതാണ്. ഓരോ റൂട്ട് വേർഡ്സ് നമ്മൾ ഷോർട്ട് ഫോം ആയിട്ട് ഇപ്പൊ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്താൻ, മെഡിക്കൽ റെക്കോർഡുകൾ ക്രിയേറ്റ് ചെയ്യാൻ, അപ്പൊ അവിടെ ഈ ടെർമിനോളജിയിൽ ഇങ്ങനെയുള്ള റൂട്ട് വേർഡ്സ് ആയിരിക്കും അവർ ഉപയോഗിക്കുന്നത്. മനസ്സിലായി? ഷോർട്ട് ഫോംസ് പോലെ ഉപയോഗിക്കും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കൃത്യമായിട്ടുള്ള വേർഡ്സ്, അല്ലാതെ ഒത്തിരിയാണ് ഇലാബറേറ്റ് ചെയ്ത് അവരെന്ത് ചെയ്യില്ല, കോഡ് ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങൾ കേട്ടോ. അതിനൊക്കെയാണ് കൂടുതൽ ഇതൊക്കെ ഉപയോഗിക്കുന്നത്. പാണ്ടല്ല, ഇപ്പൊ ചില ആളുകൾ കണ്ടിട്ടില്ല, അവരെ മുടി, അതായത് കണ്ണിന്റെ കൃഷ്ണമണി വെളുത്ത വേറെ കളറായിരിക്കും. അതുപോലെ മുടി, അതുപോലെ തന്നെ കൺപീലി വരെയും വൈറ്റ് കളറായിരിക്കും. എല്ലാവർക്കും ഇല്ല കേട്ടോ. ഇതൊരു കണ്ടീഷനാണ്. ആൽബിനിസം എന്ന് പറയുന്നത് മെലാനിന്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നതാണ് അല്ലെ? അതെ, മെലാനിൻ, നമ്മുടെ പിഗ്മെന്റേഷൻ, ലാക്ക് ഓഫ് പിഗ്മെന്റേഷൻ ആണ് അവരുടെ ബോഡിയിൽ. അപ്പൊ മെലാനിന്റെ പ്രസൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരൊരു വൈറ്റ് നിറത്തിലായിരിക്കും കൂടുതലും അവർ കാണപ്പെടുക. അവരുടെ എല്ലാ ബോഡിയിലെ എല്ലാ ഇടങ്ങളിലും, സ്കിന്നിനായിക്കോട്ടെ, ഹെയറിനായിക്കോട്ടെ, ഐസിനായിക്കോട്ടെ, ഇതിനൊക്കെ വൈറ്റ് കളർ പോലെയായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുക. അതൊരു ആൽബിനിസം എന്ന് പറയുന്നത് ഒരു രോഗമാണ്. അപ്പൊ അങ്ങനെയുള്ള രോഗങ്ങൾ, അപ്പൊ അതൊരു വൈറ്റിലേക്ക് പോകുന്നില്ലേ? വൈറ്റ് എന്നുള്ളൊരു മീനിങ് അവിടെ വരുന്നുണ്ടല്ലോ അല്ലെ? അപ്പൊ അതുകൊണ്ട് അവർ നമ്മൾ ഉപയോഗിച്ചു. എന്താ വൈറ്റിന്റെ മീനിങ് നമുക്ക് റൂട്ട് വേർഡ് ആയിട്ട് പറയുന്നത്? ആൽബാണ്. ആൽബിനിസം എന്നൊരു വേർഡ് ഉപയോഗിച്ചു. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ദെൻ ആൽജസ്. അടുത്തതാണ് ആൽജസ് എന്ന് പറഞ്ഞാല് പെയിൻ എന്നാണ് അർത്ഥം. പെയിൻ, വേദന, പെയിൻ എന്നാണ് അർത്ഥം. അപ്പൊ ഈ ആൽജസ് ഉപയോഗിച്ചുകൊണ്ടുള്ള വേർഡ് ഏതെങ്കിലും കേട്ടിട്ടുണ്ടോ? വേദനയുമായി ബന്ധപ്പെട്ട് അനാൽജസിക്സ് അല്ലെ? നമ്മുടെ വേദന സംഹാരികള് ചോദിക്കാറ്, പറയാറുണ്ട് അല്ലെ? ദെൻ ആൽഗോളജി എന്ന് പറഞ്ഞാല് എന്താ? സ്റ്റഡി ഓഫ് പെയിൻ ആണ്. ആൽഗോളജി എന്ന് പറഞ്ഞാല് സ്റ്റഡി ഓഫ് പെയിൻ ആണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള വേർഡ്സിന്റെ കൂടെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട ഈ ആൽജസ് എന്ന് പറയുന്ന റൂട്ട് വേർഡ് ആണ് ഉപയോഗിക്കുന്നത്. ആൻഡർ, ആൻഡർ എന്ന് പറയുന്ന വേർഡ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ആൻഡ്രോ എന്ന് പറയുന്ന വേർഡ് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഏതാണ് ആൽജസ്? ഒന്നുകൂടി പറയണോ? ആൽജസ് എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം, അതായത് റൂട്ട് വേർഡിന്റെ അർത്ഥം എന്ന് പറയുന്നത് പെയിൻ ആണ്, വേദന എന്നുള്ള അർത്ഥമാണ്. പെയിൻ, അതായത് നമ്മള് പെയിൻ കില്ലേഴ്സ് അല്ലെങ്കിൽ വേദന സംഹാരികൾ കഴിക്കാറില്ലേ? അതിനെന്താ പറയുക? അനാൽജസിക് എന്നല്ലേ പറയുന്നത്? അനാൽജസിക്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ഈ ഒരു റൂട്ട് വേർഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് പെയിനുമായി ബന്ധപ്പെട്ട വേർഡുകളാണല്ലോ. ആൽഗോളജി എന്ന് പറഞ്ഞാല് സ്റ്റഡി ഓഫ് പെയിൻ എന്നാണ് അർത്ഥം. ആൽഗോളജി എന്ന് പറഞ്ഞാല് സ്റ്റഡി ഓഫ് പെയിൻ എന്നാണ് അർത്ഥം കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള വേർഡ്സ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഈ റൂട്ട് വേർഡ് ആണ് ഉപയോഗിക്കാറ്. ക്ലിയർ അല്ലേ? അഞ്ചാമത്തത് ആൻഡർ അല്ലെങ്കിൽ ആൻഡ്രോ എന്ന് പറയുന്നത് മെയിൽ എന്നുള്ള അർത്ഥമാണ്. മെയിൽ അല്ലെ? ശരിയാണ് കേട്ടോ. ആൻഡ്രോജൻ എന്ന് പറയുന്നത് എന്താ? മെയിൽ സെക്സ് ഹോർമോൺ ആണ് ആൻഡ്രോജൻ അല്ലെ? ആൻഡ്രോജൻ മെയിൽ സെക്സ് ഹോർമോൺ ആണ്. ആൻഡ്രോജൻ എന്ന് പറയുമ്പോൾ അവിടെ മെയിൽ എന്നൊരു അർത്ഥം ഓൾറെഡി അവിടെ വന്നു കഴിഞ്ഞു. ക്ലിയർ ആണോ? പറയുന്നത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഓക്കെ. ആൻഡ്രോളജി എന്ന് പറഞ്ഞാല് മെയിൽ ഹെൽത്തിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. സ്റ്റഡി ഓഫ് മെയിൽ ഹെൽത്ത്, ആൻഡ്രോളജി. അപ്പൊ മെയിൽ എന്നുള്ളൊരു വേർഡ് അവിടെ വരുമ്പോ അതുമായി ബന്ധപ്പെട്ട് മെയിൽ എന്നല്ല നമ്മൾ അവിടെ കൊടുക്കുക, അതിന് പകരം ഈ ആൻഡ്രോ എന്ന വേർഡാണ് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത്. ക്ലിയർ അല്ലേ? അഞ്ചെണ്ണം വരെയും ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. 6th വൺ ആണ് അയോട്ട. കേട്ടിട്ടുണ്ടോ അയോട്ട? നമ്മള് 10ാം ക്ലാസ് വരെയും ബയോളജിക്ക് പഠിച്ച ആളുകളല്ലേ?
ആൻഡ്രോളജി എന്ന് പറഞ്ഞാല് സ്റ്റഡി ഓഫ് ഹ്യൂമൻ ഹെൽത്ത്, സ്റ്റഡി ഓഫ് മെയിൽ ഹെൽത്ത്, സ്റ്റഡി ഓഫ് മെയിൽ ഹെൽത്ത്, മെയിൽസിന്റെ ഹെൽത്തിനെ കുറിച്ചുള്ള പഠനമാണ്. അയോർട്ട കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഹാർട്ടൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഓരോ രീതിയിലുള്ള ഓരോ ആർട്ടറീസും വെയിൻസും ഒക്കെ പഠിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ അയോർട്ട എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം എന്താ? ലാർജ് ആർട്ടറി എക്സിസ്റ്റിംഗ് ഫ്രം ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ ഓഫ് ദ ഹാർട്ട്. ഹാർട്ടിന് എത്ര ചേമ്പേഴ്സ് ആണ്? നമ്മുടെ ഹ്യൂമൻ ഹാർട്ടിന് എത്ര ചേമ്പേഴ്സ് ഉണ്ട്? 4 ചേമ്പേഴ്സ് ഉണ്ട് അല്ലെ. ഏതൊക്കെയാണ് 4 ചേമ്പേഴ്സ്? രണ്ട് ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലെ. ലെഫ്റ്റും റൈറ്റുമായിട്ട് തിരിച്ചിട്ടുണ്ട്. അതില് മുകളിലത്തെ 2 ചേമ്പേഴ്സിനെ എന്താ പറയാ? ഏട്രിയം അല്ലെ. മുകളിലത്തെ 2 ചേമ്പേഴ്സിനെ ഏട്രിയം എന്നും താഴത്തത് വെൻട്രിക്കിൾ എന്നുമാണ് പറയുന്നത് ആണല്ലോ. അപ്പൊ മുകളിലത്തെ 2 ചേമ്പേഴ്സ് അല്ലെങ്കിൽ താഴെ അവിടെ നിന്നും ബ്ലഡ് താഴെയൊക്കെ ചേമ്പറിലേക്കാ വരിക അല്ലെ. ഇംപ്യൂർ ബ്ലഡ് ആയിക്കോട്ടെ പ്യൂർ ബ്ലഡ് ആയിക്കോട്ടെ. ലെഫ്റ്റ് സൈഡിൽ എങ്ങനത്തെ ബ്ലഡ് ആണ്? ലെഫ്റ്റ് സൈഡിൽ എങ്ങനത്തെ ബ്ലഡ് ആണ്? ഇംപ്യൂർ ബ്ലഡ് ആണോ പ്യൂർ ബ്ലഡ് ആണോ? എങ്ങനത്തെ ബ്ലഡാ അറിയോ? ലെഫ്റ്റ് സൈഡില് പ്യൂർ ബ്ലഡ് ആണ് കേട്ടാ. ലെഫ്റ്റ് സൈഡില് പ്യൂർ ബ്ലഡ് ആണ്. ഈ പ്യൂർ ബ്ലഡ് വെൻട്രിക്കിളിൽ വന്നിട്ടുണ്ടാവും. അതായത് ഏട്രിയത്തിലേക്ക് വന്നു, അതിനുശേഷം അത് വെൻട്രിക്കിളിൽ ലെഫ്റ്റ് ഭാഗത്തെ രണ്ടാമത്തെ താഴത്തെ അറയിലേക്ക് എത്തി. അവിടെ നിന്നും ഈ പറയുന്ന അയോർട്ട വഴിയാണ് ആ ഒരു ലാർജ് ആർട്ടറിയിൽ അല്ലെങ്കിൽ ആ ഒരു അയോർട്ട വഴിയാണ് അത് അവിടെ നിന്നും ആ ഒരു ബ്ലഡിൽ എന്താണ് ആ ഒരു ഹാർട്ടിൽ നിന്നും പുറത്തേക്ക് പമ്പ് ചെയ്യപ്പെടുന്നത്. ക്ലിയർ ആണോ? അയോർട്ട, അയോർട്ടയ്ക്ക് വേറെ എക്സ്ട്രാ നമ്മൾ വേറെ സഫിക്സോ പ്രിഫിക്സോ ഒന്നും ചേർക്കാറില്ല. അത് അവരുടെ അങ്ങനെ തന്നെ യൂസ് ചെയ്യാറ്. അയോർട്ട എന്നുള്ള വേർഡ് നമ്മൾ ബയോളജിയില് കൂടുതലും യൂസ് ചെയ്തിട്ടുള്ള നമ്മുടെ ഹ്യൂമൻ ഹാർട്ടുമായി ബന്ധപ്പെട്ട് കൂടുതലും യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് കേട്ടോ. ലാർജ് ആർട്ടറി എന്നാണ് അർത്ഥം. അതായത് ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന്, ഹാർട്ടിന്റെ ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്ന ലാർജ് ആർട്ടറിയെ വിളിക്കുന്ന പേരാണ് അയോർട്ട. ഓക്കെ. ഏഴാമത്തത് അക്വ. കേട്ടിട്ടുണ്ടല്ലോ അക്വ. ഒരു 2 വേർഡ് പറഞ്ഞേ അക്വയുമായി ബന്ധപ്പെട്ട്. വാട്ടർ എന്നാണ് അർത്ഥം. അക്വയുടെ വാട്ടർ എന്നാണ് അർത്ഥം. എന്താണ് ഒരു 2 വേർഡ് പറഞ്ഞേ? അക്വ, അക്വേറിയം കേട്ടിട്ടുണ്ടോ? ഓക്കെ. അക്വാട്ടിക് കേട്ടിട്ടുണ്ടോ? അക്വേറിയം, അക്വാട്ടിക്, ഇതൊക്കെ നമ്മുടെ വാട്ടറുമായി ബന്ധപ്പെട്ട വേർഡ്സ് ആണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് റൂട്ട് വേർഡ് യൂസ് ചെയ്തോടെ? അക്വ എന്ന് പറയുന്ന റൂട്ട് വേർഡ് ഉപയോഗിച്ചു. ക്ലിയർ ആണോ? എയ്ത്ത് വണ്ണാണ് അസ്ഫിക്സിയ. എന്താണ് അസ്ഫിക്സിയ എന്ന് പറയുന്നത്? ഒരു കണ്ടീഷൻ ആണ്, ഒരു രോഗാവസ്ഥയാണ്. ലാക്ക് ഓഫ് ഓക്സിജൻ ഓർ എക്സസ് ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇൻ ദ ബോഡി ദാറ്റ് റിസൾട്ടിങ് അൺകോൺഷ്യസ്നെസ്. എന്താ ഒരു വ്യക്തിയുടെ ബോഡിയിൽ ഓക്സിജൻ, ലാക്ക് ഓഫ് ഓക്സിജൻ അല്ലെങ്കിൽ ഓക്സിജന്റെ അഭാവം ഉണ്ടാവാം. അല്ലെങ്കിൽ ഓക്സിജന്റെ അഭാവം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഇവിടെ കാർബൺ ഡയോക്സൈഡ് അവരുടെ ബോഡിയിൽ വർദ്ധിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ അവർക്ക് ഒരു അൺകോൺഷ്യസ് ആണ്, അല്ലെങ്കിൽ ബോധരഹിതരാവാനായിട്ടുള്ള സാധ്യത കൂടുതൽ, അല്ലെങ്കിൽ സഫോക്കേഷൻ, ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഒക്കെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് അസ്ഫിക്സിയ എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ആണ് കേട്ടോ. അവിടെ അങ്ങനെ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ആ ഒരു വേർഡ് അങ്ങനെ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിന്റെ കൂടെ സഫിക്സോ പ്രിഫിക്സോ ഒന്നും നമ്മൾ അധികം യൂസ് ചെയ്യാറില്ല. ഇനി 9ാമത്തത് അസ്തൻ. എന്താണ് അസ്തൻ എന്നുള്ളത്? മീനിങ് എന്താ? വീക്ക്. വീക്ക് എന്നുള്ള അവസ്ഥയുള്ള മീനിങ് ആണ് കേട്ടോ. വീക്ക് ആവുക എന്നുള്ളത്. അതായത് എന്താണ് ഇപ്പൊ അസ്തനിക് അല്ലെങ്കിൽ അസ്തീനിയ എന്നൊക്കെയുള്ള വേർഡ്സ് നമ്മൾ അതുമായി ബന്ധപ്പെട്ട് അതിന്റെ അർത്ഥം വരുന്നത് വീക്ക്നെസ് അല്ലെങ്കിൽ വീക്ക് ആവുക എന്ന അർത്ഥം തന്നെയാണ് ആ വേർഡ്സിനും യൂസ് ചെയ്യുന്നത് കേട്ടോ. 10th വണ്ണാണ് നമ്മൾ ആദ്യം പറഞ്ഞ എക്സാമ്പിൾ ആണ് ഓടി. ഓടി പറഞ്ഞല്ലോ ടു ഹിയർ എന്നുള്ള ഒരു അർത്ഥമാണ്. ടു ഹിയർ. അപ്പൊ നമ്മൾ അതുമായി ബന്ധപ്പെട്ട വേർഡ്സ് ഉണ്ടാക്കുമ്പോൾ ഏതൊക്കെയാ? ഓഡിബിൾ, എന്താണ് ഏബിൾ ടു ഹിയർ എന്നുള്ള മീനിങ് ആണ് വരിക. അതുപോലെ ഓഡിയൻസ് എന്ന് പറയുമ്പോഴും കേൾവിക്കാർ എന്നുള്ളൊരു അർത്ഥം തന്നെയാണ് വരിക. ആ ഒരു ഹിയർ എന്നുള്ള ഒരു മീനിങ് വരുന്നത് കൊണ്ട് അതുമായി ബന്ധപ്പെട്ട വേർഡുകളിൽ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നു? ഓഡി എന്ന് പറയുന്ന വേർഡ് ഉപയോഗിക്കുന്നു കേട്ടോ. ഏതാണ്? എയ്ത്ത് അസ്ഫിക്സിയ എന്ന് പറയുന്ന വേർഡ് അങ്ങനെ തന്നെ നമ്മൾ റൂട്ട് വേർഡ് അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നത് കേട്ടോ. അതൊരു കണ്ടീഷൻ ആണ്, ഒരു രോഗാവസ്ഥയാണ്. അതായത് ആ മനുഷ്യന്റെ ആ വ്യക്തിയുടെ ബോഡിയിൽ
ഓക്സിജന്റെ അഭാവമാവാം, ഒന്നുകിൽ ഓക്സിജന്റെ അഭാവം അല്ലെങ്കിൽ ഓർ എക്സസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്സിജന്റെ അഭാവം എന്ന് പറയുന്ന സ്വാഭാവികമായിട്ടും അവരുടെ ബോഡിയിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവായിരിക്കും കൂടുതലായിട്ട് കാണപ്പെടുക. അപ്പൊ അങ്ങനെ കാണപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അവരെന്ത് ചെയ്യുന്നു, അൺകോൺഷ്യസ് ആവുന്നത്, ബോധാവസ്ഥയിലല്ലാതെ ബോധരഹിതരാവുകയും ഒരു സഫോക്കേഷൻ അല്ലെങ്കിൽ ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഒക്കെ അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയാണ് അസ്ഫിക്സിയ എന്ന് പറയുന്ന കണ്ടീഷൻ. ക്ലിയർ ആണോ? ആരാണ് ചോദിച്ചത്? ഓക്കെ, 9th വൺ പറയുന്നത് ആസ്തൻ. ആസ്തൻ എന്ന് പറഞ്ഞാൽ വീക്ക് എന്നുള്ളതാണ് അർത്ഥം കേട്ടോ. അർത്ഥം വീക്ക് എന്നുള്ള അർത്ഥമാണ്. അപ്പൊ നമ്മൾ ഈ വീക്ക് എന്നതുമായി ബന്ധപ്പെട്ട് 2 ടേംസ് പ്രധാനമായിട്ടും യൂസ് ചെയ്യാറുണ്ട്. അസ്തേനിയ, അസ്തനിക് എന്ന് പറയുന്ന 2 വേർഡ് യൂസ് ചെയ്യാറുണ്ട്. അസ്തേനിയ, അസ്തനിക്. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മിസ് പറയുന്നതാണ്. ആ 2 വേർഡ്സിന്റെയും അർത്ഥം എന്ന് പറയുന്നത് വീക്ക് അല്ലെങ്കിൽ വീക്ക്നെസ് എന്നുള്ള അർത്ഥം തന്നെയാണ്. അവിടെ വീക്ക് അല്ലെങ്കിൽ വീക്ക്നെസ് എന്നുള്ള അർത്ഥം വരുന്ന അസ്തനിക് അല്ലെങ്കിൽ അസ്തേനിയ എന്ന് പറയുന്ന വേർഡ്സ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഈ 10 വരെയും ഓക്കെ ആണോ? ഓക്കെ, ഇനി ആ ഒരു 10 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളവയൊന്ന് അണ്ടർലൈൻ ചെയ്ത് നോട്ട് ചെയ്ത് വെച്ചേ. ഫസ്റ്റ് 2 കേട്ടോ, 1 and 2 നമ്പർ മാത്രമേ മിസ് പറയുള്ളേ. 1, 2, then 5, 1, 2, 5, 7, 8, 7, 8, 9, 10. ഒന്നുകൂടി പറയാം. 1, 2, പിന്നെ 5, 1, 2, 5, 7, 8, 9, 10. 7, 8, 9, 10. ഓക്കെ, നോട്ട് ചെയ്തോ? ഓക്കെ, അപ്പൊ അങ്ങനെ ഓരോ പേജ് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് എന്നുള്ളത് നമ്പർ മാത്രം മിസ് പറയാം. അപ്പൊ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, അടുത്തത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഓരോ ടീച്ചേഴ്സും ഓരോ ഭാഗങ്ങളായിട്ടായിരിക്കും കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, താങ്ക് യു.